ഹലോ, നമസ്കാരം. എല്ലാവർക്കും കേൾക്കാമോ? നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇന്നത്തെ ഈ ദിവസം ഏറ്റവും മനോഹരമാണ്. ഈ നിമിഷങ്ങൾ ഏറ്റവും മനോഹരമാണ്. മനോഹരമായ ഈ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച ദൈവത്തെ നമുക്കൊരു നിമിഷം സ്മരിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 9 മണിക്ക് മലയാളത്തിലാണ് നമ്മൾ ഈ സൂം ഹാളിൽ നമ്മൾ ഒരുമിച്ച് ചേരുന്നത്. സെയിം ടൈം തന്നെ ഹിന്ദിയിൽ സൂം നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ദിവസം എടുത്താൽ ഈ സമയത്ത് ഹിന്ദിയും അതോടൊപ്പം തന്നെ തമിഴ് സൂമും നടക്കുന്നുണ്ട്. ബുധനാഴ്ച വീണ്ടും മലയാളവും ഹിന്ദിയുമാണ്. വീണ്ടും വ്യാഴാഴ്ച എടുത്താൽ ഹിന്ദിയും തമിഴുമുണ്ട്. വെള്ളിയാഴ്ച മലയാളവും ഹിന്ദിയുമാണ്. ശനിയാഴ്ച തമിഴും ഹിന്ദിയുമാണ്. ഇപ്രകാരം മീറ്റിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഞാൻ കൊൽക്കത്തയിലാണ് ഉള്ളത്. കൊൽക്കത്തയിലെ സുഹൃത്തുക്കൾ രാവിലെ 7 മണിക്ക് ബംഗാളി സൂം ഇടാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. കന്നഡയിൽ നിന്നും സൂം സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ ഭാഷകളിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇന്റർനാഷണൽ സോറി, ഒരു ഫോൺ വന്നതുകൊണ്ട് കോള് കട്ടായി പോയതാണ്. സോ വളരെ മനോഹരമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ എല്ലാവരും പോകുമ്പോൾ വളരെ ആവേശത്തോടു കൂടി ഈ വുഡ് ആൻഡ് ടെക്നോളജിയെ ലോകം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. വിവിധ മേഖലയിലേക്ക് ഈ ആശയം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയ ഈ ആശയത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകളെയാണ് ഇന്നത്തെ ഈ സൂം പ്രോഗ്രാമിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഈ സാധ്യതകൾ മനസ്സിലായ ആൾക്കാർ ഇന്ന് ഓരോ ദിവസവും വലിയ തോതിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാഭം മാത്രം ലഭിക്കുന്ന, വില കയറുക മാത്രം ചെയ്യുന്ന വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ് വുഡ ടെക്നോളജി. ഈ ടെക്നോളജി 2024 മാർച്ച് 20 നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു. അതിനുവേണ്ടി ഒരുപാട് ചിന്തകൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആശയ വിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളെ മാർഗദർശിയായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി ക്രോഡീകരിക്കപ്പെട്ട് അതിനൊരു അൽഗുരിതം തയ്യാറാക്കി അതൊരു സോഫ്റ്റ്വെയർ കോഡിംഗ് ആക്കി മാറ്റി 2024 മാർച്ച് 20 മാർക്കറ്റിലേക്ക് ഡിപ്ലോയ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ പലർക്കും ആ ആശയത്തെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. പലർക്കും ആ ആശയത്തിന്റെ വളർച്ചയുടെ സാധ്യതയെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 14 മാസങ്ങൾ പിന്നിടുമ്പോൾ ആ ആശയം അതിന്റെ യഥാർത്ഥമായ പവർ കാണിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആശയത്തിന്റെ പ്രസക്തി ഇന്ന് ലോകം മുഴുവൻ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ആശയം എത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ ആളുകൾ അവരുടെ പരിചയക്കാരിലേക്ക് ഈ ആശയം സ്പ്രെഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വുഡ ടെക്നോളജി ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എന്താണ് വുഡ ടെക്നോളജിയുടെ അടിസ്ഥാനപരമായ ദൗത്യം? ഇവിടെ ലഭിക്കുന്നത് ഒരു ഡിജിറ്റൽ അസറ്റ് ആണ്. ഈ ഡിജിറ്റൽ അസറ്റ് അതിനൊരു വാങ്ങുന്ന വിലയുണ്ടാകും, ഒരു വിൽക്കുന്ന വിലയുണ്ടാകും.
ആ ഡിജിറ്റൽ അസറ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന പ്രോസസ്സ്. പക്ഷെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇതിന്റെ വാങ്ങൽ പ്രക്രിയയിൽ നമുക്കുള്ളത്. വ്യത്യസ്തമായ ഒരു അനുഭവം. എന്താണ് അനുഭവം? വളരെ സിമ്പിളായ ഒരു കാര്യം മാത്രം. വാങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ 52% ഉപയോഗിച്ച് ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പകരം വാങ്ങുന്നവർക്ക് ഒരു 35% വിലയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് തരുന്നു. ഈ ബേസ് ലോജിക്കിൽ നിന്ന് കഴിഞ്ഞ 14 മാസം കൊണ്ട് ഇതിന്റെ ബേസ് പ്ലാറ്റ്ഫോം ടെതർ ഓഷ്യൻ അതിന്റെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു. ഏകദേശം 11,800% ഗ്രോത്ത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അത്രയും ഗ്രോത്തിലേക്ക് ഈ സിസ്റ്റം എത്തുമ്പോൾ വളരെ ചെറിയ ഒരു കാൽക്കുലേഷൻ ആണ് അതിന്റെ അടിസ്ഥാനം. എന്താണത്? വാങ്ങുമ്പോൾ 52% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു, പകരം 35% വിലയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു 17% ഫണ്ട് എക്സ്ട്രാ ലിക്വിഡിറ്റി വരുന്ന ഒരു സാഹചര്യം. ഈ യൂണിറ്റുകൾ എപ്പോഴെങ്കിലും വിൽക്കുന്ന സാഹചര്യം വന്നാൽ അപ്പൊ തന്നെ അത് ബേൺ ചെയ്ത് കളയുന്നു. 100% ബേണിംഗ്. വിൽക്കുന്ന ആൾ ഏതെങ്കിലും ഒരു സെല്ലിംഗ് പോയിന്റിലാണ് വിൽക്കുക. ഒരു സെല്ലിംഗ് പ്രൈസ് അവിടെ ഉണ്ടാകും. ആ സെല്ലിംഗ് പ്രൈസിൽ വിൽക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ കൊടുക്കേണ്ട എമൗണ്ട് എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ 90% ഇവിടെ വച്ചിരിക്കുന്ന ലിക്വിഡിറ്റിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. സോ വിൽക്കുന്നത് ബേൺ ചെയ്യണമെങ്കിൽ സിസ്റ്റത്തിലേക്ക് തിരിച്ചു കിട്ടണം. സിസ്റ്റം അത് തിരിച്ചു വാങ്ങി നശിപ്പിക്കുന്നു. ഒപ്പം സിസ്റ്റത്തിലുള്ള ലിക്വിഡിറ്റിയിൽ നിന്ന് പേയ്മെന്റ് റിലീസ് ചെയ്യുന്നു. ഈ സിമ്പിൾ ലോജിക്കിൽ നിന്നാണ് ടെതർ ഓഷ്യൻ എന്ന പ്ലാറ്റ്ഫോമിന്റെ തുടക്കം. തുടങ്ങിയപ്പോൾ ലിക്വിഡിറ്റി 0 ആയിരുന്നു, യൂണിറ്റ് നമ്പറും 0 ആയിരുന്നു. ഇന്ന് പരിശോധിക്കുമ്പോൾ $3,36,000 ലിക്വിഡിറ്റിയിലേക്ക് സിസ്റ്റം എത്തിക്കഴിഞ്ഞു. ഈ ആശയത്തിന് വെളിച്ചത്തിൽ ഇതിന്റെ സ്പീഡ് കൂടുക എന്ന പ്രോസസ്സിലേക്ക് മുൻനിർത്തിക്കൊണ്ട് 2024 മാർച്ച് 20 തന്നെ അനൗൺസ് ചെയ്തൊരു കാര്യമുണ്ട്, ആഡ് ഓൺ പ്രൊജക്ടുകൾ ഈ സിസ്റ്റത്തിൽ വരുമെന്ന്. അങ്ങനെ 2025 മാർച്ച് 18 ആയപ്പോ ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കയറി വന്നു. ടെതർ ഓഷ്യൻ വിർച്വൽ അസറ്റ് ആൻഡ് മാർക്കറ്റ് പ്ലേസ്. ഒരു വിർച്വൽ അസറ്റും അതിന്റെ മാർക്കറ്റ് പ്ലേസും. ടെതർ ഓഷ്യൻ പ്ലാറ്റ്ഫോമിൽ 35% വിലയുള്ള യൂണിറ്റ് ആണ് ഒരാൾക്ക് കിട്ടുന്നതെങ്കിൽ ടോവ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ടെതർ ഓഷ്യൻ വിർച്വൽ അസറ്റിനെ ചുരുക്കിയ വേക്കാണ് ടോവ. ടോവ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരാൾ വാങ്ങുമ്പോൾ 5% എക്സ്ട്രാ യൂണിറ്റ് കൊടുക്കുന്നു. അപ്പൊ $1,000 കൊണ്ട് ടെതർ ഓഷ്യൻ വാങ്ങുന്ന ഒരാൾക്ക് $350 യൂണിറ്റ്സ് കിട്ടുമ്പോൾ ടോവ പ്ലാറ്റ്ഫോമിൽ നിന്നും $1,050 യൂണിറ്റ്സ് കിട്ടുന്നു. ഇനി മാർക്കറ്റ് പ്ലേസിലേക്ക് പോകുമ്പോൾ അവിടെ വാങ്ങുന്ന സമയത്ത് 1% സർവീസ് ചാർജ് കൊടുത്ത് മാത്രമേ നമുക്ക് വാങ്ങാൻ സാധിക്കൂ. അവിടെ വിൽക്കുമ്പോൾ 3% സർവീസ് ചാർജ് നമ്മൾ കൊടുക്കുകയും വേണം. ഇവിടെ ഒരു പുതിയ കസ്റ്റമറുടെ റോൾ എന്താണ്? വളരെ സിമ്പിളായ റോളാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. $20 കൊണ്ട് ടെതർ ഓഷ്യൻ പ്ലാറ്റ്ഫോമിൽ മിനിമം രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ ടോവ മാർക്കറ്റ് പ്ലേസിലേക്ക് പോകാൻ പറ്റൂ. അവിടെ വരുന്ന ഓരോരുത്തരും ടോവയിൽ നിന്ന് ട്രേഡ് ചെയ്യാനുള്ള യൂണിറ്റ് ആദ്യം വാങ്ങണം. നമ്മൾ വാങ്ങിയത് $1,000 കൊണ്ടാണെങ്കിൽ $1,050 യൂണിറ്റ്സ് നമുക്ക് ഇനീഷ്യലി നമുക്ക് തരും. 14 ദിവസം ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ഈ 14 ദിവസം കൊണ്ട് ഇതിന്റെ ഗ്രോത്ത് എത്തി നിൽക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം തന്നെയാണ്. 160%, 180% വരെ ഗ്രോത്ത് ഈ സമയങ്ങളിൽ നടക്കുന്നുണ്ട്. എങ്കിലും 14 ദിവസം കഴിയുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് പ്ലേസിലാണ്. മാർക്കറ്റ് പ്ലേസിൽ അത് സെല്ല് ചെയ്യുമ്പോൾ 130%, 30% ലാഭത്തോടെ നമുക്കത് വിൽക്കാം. അപ്പൊ $1,000 കൊണ്ട് നമ്മൾ ടോവയിൽ വാങ്ങിയ യൂണിറ്റ്സ് മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ വിൽക്കുമ്പോൾ $1,300 വിൽക്കാം. ഇവിടെ ഈ $300 എന്നുള്ളത് ഒരു ഗ്യാരണ്ടി സംഖ്യ ഒന്നും അല്ല കേട്ടോ. ഇവിടെ വരുന്ന ഗ്രോത്ത് അത്രമാത്രം ഉണ്ട്. ഇപ്പോ ആ ഗ്രോത്ത് സ്പീഡ് കൂടാനുള്ള സാധ്യത മാത്രമേ മാർക്കറ്റിൽ കാണുന്നുള്ളൂ. കുറയാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷെ നഷ്ടം വരില്ല എന്നുള്ളത് ഇവിടെ ഉറപ്പു പറയാൻ സാധിക്കും. കാരണം വാങ്ങുന്ന വില ഒരിക്കൽ പോലും കുറയുന്നില്ല. അപ്പൊ വാങ്ങുന്ന വില കുറയുന്നില്ലാത്തത് കൊണ്ട് ഏതൊരു ട്രേഡർക്കും ധൈര്യസമേതം കടന്നു വരാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇന്ന് ടെതർ ഓഷ്യൻ മാർക്കറ്റ് പ്ലേസ് മാറിക്കഴിഞ്ഞു. സാധാരണ ഒരു മാർക്കറ്റ് പ്ലേസിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ മാർക്കറ്റ് പ്ലേസിൽ ഒരുപാട് ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. ന്യൂസുകൾ നോക്കാനുണ്ട്, ക്യാൻഡിൽ നോക്കാനുണ്ട്, ട്രെൻഡ് നോക്കാനുണ്ട്, പൊളിറ്റിക്സ് നോക്കാനുണ്ട്, എലക്ഷൻ റിസൾട്ടുകൾ നോക്കാനുണ്ട്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നോക്കാനുണ്ട്. ചില രാജ്യങ്ങളുടെ പ്രസിഡന്റ് ആരാണെന്ന് നിർണ്ണയിക്കപ്പെടുന്നത് വരെയും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു മാർക്കറ്റ് പ്ലേസ്. ഇതാണ് ജനം ആഗ്രഹിക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസ്. അത്തരൊരു മാർക്കറ്റ് പ്ലേസ് ആണ് ടോവ മാർക്കറ്റ് പ്ലേസ്.
ഇവിടെ ഇത്തരം ഒരു കാര്യങ്ങൾക്കും യാതൊരു പ്രസക്തിയുമില്ല. കയ്യിൽ പണമുണ്ടോ? ആ പണത്തെ ടോക്കൺ പോക്കറ്റുള്ള ഒരു വാലറ്റിലേക്ക് BNBയും USDT ആയിട്ട് ലോഡ് ചെയ്ത് വെക്കുക. BNB ഗ്യാസ് ഫീക്ക് വേണ്ടിയുള്ളതാണ്. USDT ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന USDT ഉപയോഗിച്ച് ആദ്യം $20 രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെ ട്രേഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ലാഭം സ്വന്തമാക്കാം. ഏതായാലും ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുവേണ്ടിയുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ സ്ക്രീൻ ചെയ്ത് പോവുകയാണ്. ഇവിടെ വളരെ സിമ്പിളാണ് ഈ പ്ലാറ്റ്ഫോം. ഞാൻ പറഞ്ഞു, ആ സിമ്പിളായ പ്ലാറ്റ്ഫോമിന്റെ സാധ്യതകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഉപയോഗിക്കുന്നത് ടോക്കൺ പോക്കറ്റ് ആണ്. ടോക്കൺ പോക്കറ്റ് കുറച്ച് ഈസിയാണ്, കംഫർട്ടബിൾ ആണ്, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഒരാൾ ടോക്കൺ പോക്കറ്റിൽ BNBയും USDT എല്ലാം ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം ആരാണോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് ഡിസ്കവർ എന്ന മെനുവിലേക്ക് പോകണം. അവിടെ ഏറ്റവും മുകളിൽ ഒരു URL ഓപ്ഷൻ ഉണ്ട്. അവിടെ ലോങ് പ്രസ് ചെയ്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത ലിങ്ക് കൊടുക്കണം. ആ ലിങ്ക് കൊടുക്കുമ്പോൾ ചെതറോഷിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് രജിസ്ട്രേഷൻ പേജ് ഓപ്പൺ ചെയ്യുന്നതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. രജിസ്ട്രേഷൻ പേജ് വന്നാൽ ഇതുപോലൊരു പേജാണ് രജിസ്ട്രേഷൻ പേജായിട്ട് കയറി വരുന്നത്. രജിസ്ട്രേഷൻ പേജ് വന്നാൽ അവിടെ ഏത് വാലറ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്ന വാലറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര്. റെഫറൽ ID ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ അവിടെ കാണുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തൊരു ID ആണത്. അതുകൊണ്ട് അവിടെ റെഫറൽ ID വരുന്നില്ല. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി റെഫറൽ IDയും അവിടെ വന്നിട്ടുണ്ടാകും. മിനിമം $20 രജിസ്ട്രേഷനുള്ള എമൗണ്ട് വന്നിട്ടുണ്ടാകും. രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള പ്രോസസ്സ് ബ്ലോക്ക് ചെയിനിലാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് കൊടുത്ത് വാലറ്റ് പാസ്വേഡ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നത് മാത്രമേ ടെതറോഷൻ രജിസ്ട്രേഷൻ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്, ഏതൊരാൾക്കും ഉപയോഗിക്കാവുന്ന രൂപത്തിലാണ്. ആ സിമ്പിളായ പ്ലാറ്റ്ഫോമിലേക്ക് രജിസ്റ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ലോഗിൻ പ്രൊസീജിയറിലേക്ക് കടന്നു വരാം. ലോഗിൻ പ്രൊസീജിയറിലേക്ക് കടന്നു വരുമ്പോൾ സിസ്റ്റത്തിന്റെ ടെതറോഷൻ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്ത് വരാം. അതുപോലെ ടോവ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ലോഗിൻ ചെയ്ത് വരാം. ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഇപ്പോ $1.2 ആയിട്ട് വില മാറിക്കഴിഞ്ഞു. 0.01 ആയിരുന്നു 2024 മാർച്ച് 20 ഈ സിസ്റ്റം തുടങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതാണ് $1.2 ആയിട്ട് മാറിയത്. ഇവിടെ വിൽക്കുന്ന വില നോക്കൂ, വാങ്ങുന്ന വിൽക്കുന്ന വില നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ വില വരുന്നതിന് കാരണമുണ്ട്. ഇവിടെ വളരെ വ്യക്തമായിട്ട് നോക്കിക്കോ, 0.209477 എന്നാണ് ഇപ്പൊ ബൈ പ്രൈസ്. ഒരുപക്ഷെ ഞാൻ സംസാരിച്ചു പോകുമ്പോൾ തന്നെ വില മാറുന്നത് കാണാൻ പറ്റും. കാരണം വിവിധ ഭാഗങ്ങളിൽ ആരെങ്കിലും ഒക്കെ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങുന്നുണ്ടാകാം, മാർക്കറ്റ് പ്ലേസിൽ വിൽക്കുന്നുണ്ടാകാം, ടോവയിൽ വാങ്ങുന്നുണ്ടാകാം, പുതിയ ID രജിസ്റ്റർ ചെയ്യുന്നുണ്ടാകാം, റീബൈ ചെയ്യുന്നുണ്ടാകാം. ഇവിടെ എന്ത് പ്രോസസ് നടന്നാലും ഈ ലിക്വിഡിറ്റിയിൽ മാറ്റം വരും. $2,75,224.8579 ആണ് ഇപ്പോ ഫൈനൽ ലിക്വിഡിറ്റി ആയിട്ട് സിസ്റ്റത്തിന് ആവശ്യമുള്ളത്. എന്നാൽ അതിൽ കൂടുതൽ പണം, ഏകദേശം $3,40,133.6579 ഇപ്പോ ഈ സിസ്റ്റത്തിന്റെ ബാലൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എത്ര യൂണിറ്റുകളാണ് നിലവിൽ ബാലൻസ് ഉള്ളത് നോക്കൂ. 2,27,556.9098 യൂണിറ്റ്സ് മാത്രമേ ഇപ്പൊ ഫൈനൽ കോയിൻ ആയിട്ട് ബാലൻസ് ഉള്ളൂ. സോ ഫൈനൽ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ ഫൈനൽ കോയിൻ, അതാണ് നമ്മൾ കാണുന്ന ഈ ബൈ പ്രൈസ്. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന ബൈ പ്രൈസിന് ഒരു അടിസ്ഥാന തത്വമുണ്ട്. ആ തത്വം കാലാകാലം നിലനിൽക്കുന്ന തത്വമാണ്. ലിക്വിഡിറ്റിയിൽ മാറ്റം വന്നാൽ അപ്പൊ തന്നെ ബൈ പ്രൈസിൽ മാറ്റം വരും. ലിക്വിഡിറ്റിയിൽ മാറ്റം വരാൻ 5 വഴികളാണ് സിസ്റ്റത്തിൽ വച്ചിരിക്കുന്നത്. ഒന്ന്, ടെതറോഷിൽ രജിസ്റ്റർ ചെയ്താൽ ആ $20 52% ഈ ലിക്വിഡിറ്റിയിൽ ആഡ് ചെയ്യപ്പെടും, വില മാറും. ടോവയിൽ ബൈ ചെയ്താൽ അതിന്റെ 20% ഈ ലിക്വിഡിലേക്ക് ആഡ് ചെയ്യപ്പെടും, വില മാറും. മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന 1%ന്റെ 20% ഈ ലിക്വിഡിലേക്ക് ആഡ് ചെയ്യപ്പെടും, അപ്പോഴും വില മാറും. മാർക്കറ്റ് പ്ലേസിൽ ഒരാൾ സെല് ചെയ്താൽ 3% സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ടാകും, അതിന്റെ 20% ലിക്വിഡിലേക്ക് ഇടുന്നുണ്ടാകും, അപ്പോഴും വില മാറും. ഇതൊക്കെ നടക്കുന്നുണ്ടോ? വെറുതെ കഥയായിട്ട് പറയുകയാണോ? ഒരു സോഫ്റ്റ്വെയറിൽ ഒരു പേജും വെച്ചിട്ട് ഫൈനൽ ലിക്വിഡിറ്റി, ഫൈനൽ കോയിൻ, കോൺട്രാക്ട് ബാലൻസ് കൊണ്ട് വില പറയുകയാണോ? അല്ല. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തോ ആ കോൺട്രാക്ട് ബാലൻസിലേക്ക്. നമ്മൾ നേരിട്ട് പോകുന്ന ബ്ലോക്ക് ചെയിനിലേക്കാണ്. BSC സ്കാൻ എന്ന് പറയുന്ന മനോഹരമായ ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ. ആ ബ്ലോക്ക് ചെയിനിൽ ആർക്കും കയറി പരിശോധിക്കാം. ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ബ്ലോക്ക് ചെയിനിൽ പോയി ഇതിന്റെ ആധികാരിക പരിശോധിക്കാം. നോക്കൂ, ആ ഫണ്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. $3,45,129.88 അവിടെ ഉണ്ട്. അത് കാണുന്നത് 22 ടോക്കൺ ആയിട്ടാണ് കാണുന്നത്. അതിനർത്ഥം ഇതെല്ലാം വിവിധ കറൻസി ആണെന്നല്ല. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ആ 3,45,000 ഒറ്റ ടോക്കൺ ആണ്, അത് USDT ആണ്.
ബാക്കിയെല്ലാം എയർ ഡ്രോപ്പുകളാണ്. ഈ എയർ ഡ്രോപ്പുകളെല്ലാം ഹാക്കേഴ്സ് അറ്റംപ്റ്റുകളാണ്, ഈ വാലറ്റിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം. പക്ഷെ ഒരു ഹാക്കർക്കും ഇതിലേക്ക് കയറാൻ സാധിക്കില്ല. കാരണം എയർ ഡ്രോപ്പ് വഴി ഹാക്കേഴ്സ് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ബോട്ട് ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഈ വാലറ്റിനെ മാനുവലായിട്ട് ഓപ്പൺ ആക്കണം. ഈ വാലറ്റിനെ മാനുവലായിട്ട് ഓപ്പൺ ആക്കണമെങ്കിൽ ഇതിന്റെ കീ ഫ്രേസ് വേണം. ആ കീ ഫ്രേസ് എൻക്രിപ്റ്റഡ് മോഡൽ ക്രിയേറ്റ് ചെയ്താണ് ഈ സിസ്റ്റത്തിൽ ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഹാക്കേഴ്സിനെ പ്രിവെന്റ് ചെയ്യാവുന്ന ലക്ഷ്യം ഇതിന്റെ ഡെവലപ്പേഴ്സിന് ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഇപ്പോ ഈ ഹാക്കേഴ്സ് ഇങ്ങനെ വന്ന് കിടക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. വീണ്ടും ഈ സിസ്റ്റത്തിന്റെ ട്രാൻസാക്ഷൻസിലേക്ക് പോകുമ്പോൾ ഓരോ ട്രാൻസാക്ഷൻസിനെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 മിനിറ്റ് മുമ്പ് ക്ലെയിം MLM എന്നൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതായത് ഈ സിസ്റ്റത്തിൽ ആരോ കമ്മീഷൻ വിഡ്രോ ചെയ്തതാണ്. 8 മിനിറ്റ് മുമ്പ് നടന്നിട്ടുണ്ട്, 14 മിനിറ്റ് മുമ്പ് നടന്നിട്ടുണ്ട്, 14 മിനിറ്റ് മുമ്പ് വേറെ ആരോ ചെയ്തിട്ടുണ്ട്, 28 മിനിറ്റ് മുമ്പ് ഡെപ്പോസിറ്റ് അതർ ആരോ ഇവിടെ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വീണ്ടും ക്ലെയിം MLM ഉണ്ട്, ഡെപ്പോസിറ്റ് അതർ ഉണ്ട്, ക്ലെയിം MLM ഉണ്ട്, ഡെപ്പോസിറ്റ് അതർ ഉണ്ട്, ക്ലെയിം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ സിസ്റ്റം തരുന്ന ഒരു ഇൻകമാണ് പൂൾ ഇൻകം. ആ പൂൾ ഇൻകം വിഡ്രോ ചെയ്താണ് ക്ലെയിം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്നത്. ഇതുപോലെ തന്നെ ഇത് സാധാരണ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ നമ്മൾ കാണാത്ത ഒരു കാര്യമാണ്. ഇവിടെ മെത്തേഡ് ഓഫ് ട്രാൻസാക്ഷൻ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ ട്രാൻസ്ഫർ എന്ന് മാത്രമേ കാണൂ. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ടോക്കൺ ട്രാൻസ്ഫറിലേക്ക് പോകുമ്പോഴോ അത് കുറച്ചും കൂടി ആധികാരികമായിട്ട് കാണാൻ പറ്റും. നോക്കൂ, 33 സെക്കൻഡ് മുമ്പ് ക്ലെയിം ഇൻവെസ്റ്റ്മെന്റ് ആരോ ചെയ്തിരിക്കുന്നു, 1 മിനിറ്റ് മുമ്പ് സെല്ല് ചെയ്തിരിക്കുന്നു. സെല്ല് എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് പ്ലേസിലെ സെല്ലാണ്. ബൈ എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് പ്ലേസിലെ ബൈ ആണ്. ക്ലെയിം MLM സെല്ല് ബൈ സെൽ ബൈ. ഡെപ്പോസിറ്റ് 30x എന്ന് പറയുന്നത് ടോവയിലെ ബൈ ആണ്. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ ബ്ലോക്ക് ചെയിനിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്രയും ട്രാൻസ്പെറൻസി ഈ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ട്രാൻസ്പെറൻസി ഇവിടെ മാത്രമല്ല, ഇതിന്റെ തുടക്ക ട്രാൻസാക്ഷനിലേക്ക് നമുക്ക് പോകുമ്പോഴും കാണാൻ പറ്റും. ഇപ്പോൾ ട്രാൻസാക്ഷൻ ഹെഡിങ് എടുക്കുന്നു, ഞാൻ ഏറ്റവും താഴത്തേക്ക് വരുന്നു, അവിടെ വ്യൂ ഓൾ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിലേക്ക് പോകുന്നു. ആ വ്യൂ ഓൾ ട്രാൻസാക്ഷനിലേക്ക് പോയിട്ട് ലാസ്റ്റ് പേജിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ ട്രാൻസാക്ഷനിലേക്ക് പോകാൻ ഞാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും 418 ദിവസങ്ങൾക്ക് മുമ്പ് ക്രിയേറ്റ് ടെതർ ഓഷ്യൻ. അതായത് 2024 മാർച്ച് 20 മുതൽ ഇന്ന് വരെയുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും ലിക്വിഡൈസ് ചെയ്ത് കാണാവുന്ന രൂപത്തിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ സിസ്റ്റം വെച്ചിരിക്കുന്നു. ഇത്രയും ആധികാരികമായ ഇൻഫോർമേഷൻ ഒരു ബാങ്കിങ് സെക്ടറിൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ബാങ്കിൽ നിന്ന് കിട്ടും. ആ ടോട്ടൽ ബാങ്കിന്റെ സിസ്റ്റം നമുക്ക് പരിശോധിക്കാനുള്ള അവകാശമില്ല, അത് സാധിക്കുകയുമില്ല. ഇവിടെ വച്ചിരിക്കുന്ന ഈ ലിക്വിഡിറ്റിക്ക് വേറൊരു അർത്ഥതലമുണ്ട്. ഇന്ന് ഈ സിസ്റ്റത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും അവരുടെ യൂണിറ്റുകൾ സെല് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ യൂണിറ്റുകൾ അത്രയും സെല്ല് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ള എമൗണ്ട് ഈ സിസ്റ്റത്തിലുണ്ട്. ഉദാഹരണം നമുക്കൊന്ന് പരിശോധിക്കാം. 2,27,562.6974 യൂണിറ്റ്സ് ആണ് ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളത്. ഈ യൂണിറ്റുകൾ അത്രയും ഇപ്പൊ വിൽക്കാൻ പറ്റുന്നത് 1.209492 എന്ന പ്രൈസിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വില മാറുന്നത് കണ്ടോ ഇല്ലയോ എന്നുള്ളത്. 1.204377 എന്ന പ്രൈസിൽ നിന്ന് 9567 പ്രൈസ് മാറിയത് കണ്ടോ? അത്രയും മാറ്റമാണ് ഈ സിസ്റ്റത്തിൽ ഓരോ സെക്കൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കി നിൽക്കുമ്പോൾ വില കുറയുന്ന അവസ്ഥയിലേക്ക് ടെതർ ഓഷ്യൻ സിസ്റ്റം മാറിക്കഴിഞ്ഞു. ഇവിടെ എല്ലാ യൂണിറ്റും ഇമ്മീഡിയറ്റ് ആയിട്ട് സെല് ചെയ്താൽ $2,75,235 മാത്രം മതി ഈ സിസ്റ്റത്തിൽ എല്ലാവർക്കും പേ ഔട്ട് കൊടുക്കാൻ. കാരണം വിൽക്കുമ്പോ കോയിൻ ബേൺ ചെയ്ത് കളയും. വിൽക്കുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ 10% ലിക്വിഡിറ്റി ഹോൾഡ് ചെയ്ത് ബാലൻസ് എമൗണ്ട് റിലീസ് ചെയ്ത് കൊടുക്കും. ഈ പ്രോസസ് നടക്കാൻ ഇത്രയും പണം മതിയെങ്കിൽ ഇന്ന് ബാങ്കിങ് സെക്ടറിന് പോലും സാധിക്കാത്തൊരു കാര്യം ടെതർ ഓഷ്യൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാം. ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ പരിശോധിക്കുക, അല്ലെങ്കിൽ ഒരു ബാങ്കിനെ പരിശോധിക്കുക. അവിടെയുള്ള എല്ലാ കസ്റ്റമേഴ്സും ഇന്ന് ആ ബാങ്കിൽ ചെന്ന് പണം വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചാൽ ആ ബാങ്കിന് ആ പണം കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഡബിൾ സ്പെൻഡിങ് എന്നൊരു കൺസെപ്റ്റ് ബാങ്കിങ് മേഖലയിലുണ്ട്. അവിടെ വച്ചിരിക്കുന്ന പണം അവർ പണമായിട്ട് അവിടെ വച്ചിട്ടില്ല, പല ആവശ്യങ്ങൾക്കും വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വളരെ കൃത്യമായ ലോജിക്കിലൂടെ ആവശ്യമായ പണം സ്വരൂപിക്കുന്ന ഒരു സിസ്റ്റം ടെതർ ഓഷ്യൻ എന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വീണ്ടും നമുക്ക് ടോവ മാർക്കറ്റ് പ്ലേസിലേക്ക് നമുക്കൊന്ന് പോകാം. അതിനുവേണ്ടി ആദ്യം ഞാനൊന്ന് ലോഗൌട്ട് ചെയ്യണം. ലോഗൌട്ട് ചെയ്തതിനു ശേഷം വീണ്ടും 3 ലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ ടോവ മാർക്കറ്റ് പ്ലേസിൽ ക്ലിക്ക് ചെയ്യണം.
അപ്പോൾ വീണ്ടും എനിക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് ഒന്നും കൂടെ നമുക്ക് കാണിച്ചു തരും. കാരണം ഇത് 2 സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. രണ്ടിന്റെയും ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി 2 സ്റ്റെപ്പ് ലോഗിൻ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാണാൻ സാധിക്കുമ്പോൾ വീണ്ടും മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു, ലോഗിൻ കൊടുക്കുന്നു, ടോവ മാർക്കറ്റ് പ്ലേസ് ക്ലിക്ക് ചെയ്യുന്നു, ടോക്കൺ പോക്കറ്റ് എടുക്കുന്നു. നമ്മൾ സെലക്ട് ചെയ്ത വാലറ്റ് ഏതാണോ ആ വാലറ്റ് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി സിസ്റ്റം അതിന്റെ മാർക്കറ്റ് പ്ലേസിലേക്ക് ലോഗിൻ ചെയ്ത് കയറി വരുന്നു. ആ മാർക്കറ്റ് പ്ലേസിൽ നോക്കൂ, $6 വില എത്തിക്കഴിഞ്ഞു. ഇന്ന് എന്റെ വാട്സപ്പ് ലിങ്ക്, ഞാൻ ഇന്നത്തെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് അയച്ചപ്പോ ഞാൻ എഴുതിയ മെസ്സേജ് ഇതാണ്: ടെതർ ഓഷ്യൻ പ്രൈസ് $6 എത്താൻ പോകുന്നു. മാർച്ച് 18 തുടങ്ങിയപ്പോ 1.2 തുടങ്ങിയതെങ്കിൽ ഇന്ന് $6 പ്രൈസ് എത്തി നിൽക്കുന്നു. എന്തുകൊണ്ട് ഇത്രയും സ്പീഡിൽ ഗ്രോത്ത് വരുന്നു? ഈ അൽഗോരിതത്തിന്റെ പവർ ഇതാണ്. ഇവിടെ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ഞാൻ എന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ $4,594 ബൈ നടത്തിയിട്ടുണ്ട്. അതിലൂടെ $5,150 ഓൾറെഡി ഇപ്പൊ ബാലൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് 851.536261 ടോവയാണ്. ഇത് സെല്ല് ചെയ്യാം. 30% ലാഭത്തിലെത്തുമ്പോൾ ഞാൻ സെല്ല് ചെയ്യും. സെല്ല് ചെയ്യുമ്പോൾ എനിക്ക് പണം ലഭിക്കുകയും ചെയ്യും. ഞാൻ ഓൾറെഡി സെൽ ഓർഡറുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൈ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ എന്റെ സെൽ ഓർഡറുകൾ കാണാൻ സാധിക്കും. അവിടെ എല്ലാം ട്രാൻസ്പെറന്റ് ആണ്, എല്ലാം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ആ സെൽ ഓർഡർ എടുത്ത് പരിശോധിക്കുമ്പോൾ മൈ ഓർഡർ ബുക്കിൽ എനിക്കത് കാണാൻ സാധിക്കും. അവിടെ ഏറ്റവും താഴെ ഓപ്പൺ ഓർഡർ ബുക്കിൽ കൊടുക്കുന്നു. ഞാൻ കൊടുത്തിരിക്കുന്ന 2 സെൽ ഓർഡറുകൾ ഓപ്പൺ ഓർഡർ കൊടുത്തിരിക്കുന്നു, രണ്ടും കംപ്ലീറ്റഡ് ആണ്. ഈ 2 സെൽ ഓർഡർ കംപ്ലീറ്റ് ആണെങ്കിൽ ഞാൻ നേരെ പോകുന്ന മാർക്കറ്റ് പ്ലേസിലേക്ക് പോകണം. മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് അവൈലബിൾ സെൽ ക്ലെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ അവൈലബിൾ സെൽ ക്ലെയിമിൽ പോയി അവിടെ സെൽ ക്ലെയിം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പരിശോധിക്കണം. നോക്കൂ, എനിക്ക് അവൈലബിൾ സെൽ ക്ലെയിമിൽ പേയ്മെന്റ് ഉണ്ടോ ഇല്ലോ എന്ന് ഞാൻ പരിശോധിക്കാൻ പോവുകയാണ്. ഉണ്ട്. 1671.789708 USDT എനിക്ക് ക്ലെയിമിൽ വന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് ഇതെങ്ങനെ ക്ലെയിം ചെയ്യാം? നേരെ താഴത്തേക്ക് വന്നാൽ മാർക്കറ്റ് പ്ലേസ് ബൈ, മാർക്കറ്റ് പ്ലേസ് സെൽ, പൂൾ 1 പൂൾ 2 എന്ന ഒരു ഭാഗം കാണാം. അവിടെ മാർക്കറ്റ് പ്ലേസ് സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഓരോ ക്ലെയിമും എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ എല്ലാം പെൻഡിങ് കാണിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്തു. ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് സിസ്റ്റം അതിന്റെ കമാൻഡ് വരും. $166 ഈ ക്ലെയിം വന്നു. സെല്ല് കൊടുത്തപ്പോഴത്തേക്കും സിസ്റ്റം അതിന്റെ ബ്ലോക്ക് ചെയിൻ പ്രോസസ്സിലേക്ക് കടന്നു പോകുന്നു. ബ്ലോക്ക് ചെയിൻ പ്രോസസ്സിലേക്ക് കടന്നു വരുമ്പോ അവിടെ എന്റെ ട്രാൻസാക്ഷൻ കൺഫർമേഷൻ പേജ് വരുന്നു. ഇത് ബ്ലോക്ക് ചെയിൻ പേജ് ആണ്. ഇവിടെ ടെതർ ഓഷ്യനായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. നമ്മൾ Web20 പ്ലാറ്റ്ഫോമിൽ എന്ത് ട്രാൻസാക്ഷൻ ശ്രമിച്ചാലും BNB ഗ്യാസ് ഫീ കൊടുത്തേ പറ്റൂ. ആ BNB ഗ്യാസ് ഫീക്കുള്ള അപ്രൂവൽ ആണ് ഇവിടെ ചോദിക്കുന്നത്. ജസ്റ്റ് കൺഫേം കൊടുക്കുന്നു. എന്റെ പാസ്വേഡ് ചോദിക്കുന്നു, ഞാൻ പാസ്വേഡ് കൊടുക്കുന്നു. അവിടെ സിസ്റ്റം ആ പ്രോസസ് കംപ്ലീറ്റ് ആകുന്നു. എനിക്ക് അവിടെ മെസ്സേജ് കാണിച്ചു തരും: സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എ മാർക്കറ്റ് സെൽ ഓഫ് 166.2395. നോക്കൂ, മാർക്കറ്റ് പ്ലേസ് സെൽ ഓർഡർ എടുത്താൽ ആ ഒരു സെൽ ഓർഡർ ഇവിടെ ക്ലെയിംഡ് സക്സസ്ഫുൾ ആയിട്ട് കാണാൻ സാധിക്കും. എനിക്ക് അടുത്ത ക്ലെയിം ചെയ്യാൻ സാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. Web20 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ആ ടെതർ ഓഷ്യനായി ബന്ധപ്പെട്ടായിട്ടോ വേറെ എവിടെ ആയിക്കോട്ടെ 33 സെക്കൻഡിലാണ് ആ ട്രാൻസാക്ഷന്റെ കംപ്ലീറ്റ് പ്രോസസ്സും കൺഫർമേഷൻ പൂർത്തീകരിക്കുക. സോ ആ 33 സെക്കൻഡ് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ക്ലെയിം പ്രോസസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കംപ്ലീറ്റ് ക്ലെയിംസും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ പെട്ടെന്ന് ചെയ്യുക എന്ന പ്രോസസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ബ്ലോക്ക് ചെയിനിൽ ഒരുപക്ഷെ കൺഫർമേഷൻ നടക്കാൻ എന്തെങ്കിലും ഒരു ലാഗ് വന്നാൽ, ഒരുപക്ഷെ നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ സ്പീഡിൽ ഒരു കുറവ് വന്നാൽ മതി, അവിടെ ടോട്ടൽ സിസ്റ്റത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഐഡിയുമായി ബന്ധപ്പെട്ട് മാത്രമേ ആ കൺഫ്യൂഷൻ ഉണ്ടാകൂ. വേറൊരു ഐഡിയുമായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല. കാരണം നമ്മുടെ ഐഡിയുടെ വാലറ്റിനെയാണ് ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത്. ആ വാലറ്റ് ഒരു ബ്ലോക്ക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ബ്ലോക്കിനെ ഓപ്പൺ ചെയ്യാനുള്ള കീ ഫ്രേസ് അത് നമ്മുടെ മാത്രം സ്വന്തമാണ്. സോ ഇവിടെ ട്രാൻസാക്ഷൻ വിധേയമാകുമ്പോൾ സിസ്റ്റം ഈ കീ ഫ്രേസ് ആണ് ലോജിക്കലി ഓഡിറ്റ് ചെയ്യുന്നത്. ഇന്റേണലി ആ ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ആ പ്രോസസ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. സാധാരണ ഒരു ബാങ്കിൽ നമ്മൾ പ്രോസസ്സിന് പോയാൽ അവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് നടക്കുന്നത് എങ്ങനെയാണ്? ഒരു കൗണ്ടറിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നു. അവിടെ ക്യാഷ് കൗണ്ടർ ചെയ്ത് ക്യാഷ്യർ ഒരു സീൽ വെക്കുന്നു. ആ പേപ്പർ വീണ്ടും ഒരു അസിസ്റ്റന്റ് മാനേജർ അടുത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ആ പേപ്പർ അടുത്ത ടേബിളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അപ്രൂവലുകൾ ഇല്ലാതെ ഒരിക്കലും ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകില്ല എന്ന് പറയുമ്പോഴാണ് ബ്ലോക്ക് ചെയിനിലുള്ള ട്രാൻസാക്ഷനും. പക്ഷെ ആ ട്രാൻസാക്ഷൻ അപ്രൂവല് 100% ബ്ലോക്ക് ചെയിനിലാണ്.
ഈ പ്രോസസ്സാണ് ടെതറോഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരല്പം ലാഗ് വിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നോക്കൂ, അടുത്ത ക്ലെയിം ഞാൻ കൊടുക്കുന്നു. $85.62 ഞാൻ സെല്ല് കൊടുത്തു. സെല്ല് കൊടുക്കുമ്പോൾ വീണ്ടും ബ്ലോക്ക് ചെയിൻ പ്രോസസ്സിലേക്ക് സിസ്റ്റം കടന്നു വരുന്നു. ആ ബ്ലോക്ക് ചെയിനിലേക്ക് വരുമ്പോൾ കൺഫർമേഷൻ പേജ് ചോദിക്കുന്നു. ഞാൻ കൺഫർമേഷൻ കൊടുക്കുന്നു. വീണ്ടും കണക്ട് ചെയ്യപ്പെടുന്നു. നോക്കൂ, അടുത്ത പ്രോസസ്സ് വന്നു. ഇവിടെ നോക്കൂ, സ്റ്റിൽ പെൻഡിങ് ഇൻ BSC ബ്ലോക്ക് ചെയിൻ എന്നാണ്. ഇവിടെ ഞാൻ സ്റ്റാറ്റസ് നോക്കിയാൽ എനിക്ക് കാണാൻ സാധിക്കും അവിടെ പെൻഡിങ് എന്നായിരിക്കും, ക്ലെയിം പെൻഡിങ് എന്നായിരിക്കും. എന്തുകൊണ്ടാണ് വന്നത്? ഈ സമയത്ത് ഒരുപക്ഷെ എന്റെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി അല്പം സ്ലോ ആയിരുന്നിരിക്കാം. അത് എന്റെ മാത്രം സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ഇത് വ്യക്തമായിട്ട് നിങ്ങളോട് മനസ്സിലാക്കി തരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സിസ്റ്റത്തെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. സോ സുഹൃത്തുക്കളെ, ക്ലെയിമുകൾ ഇനിയുമുണ്ട്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഈ ക്ലെയിമുകൾ അത്രയും വാലറ്റിലേക്ക് പണമായി ഇൻസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. നമ്മൾ 2 ക്ലെയിമാണ് ഞാൻ ഇപ്പൊ ചെയ്തത്. ഈ 2 ക്ലെയിമും ഇവിടെ പേയ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, $161 ഒരു പേയ്മെന്റ് വന്നിട്ടുണ്ട്, $53 ഒരു പേയ്മെന്റ് വന്നിട്ടുണ്ട്. രണ്ടിന്റെയും സമയം നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാവുന്നതുമാണ്. നോക്കൂ, ഇത് നോക്കൂ, 21, 31, 35 ജസ്റ്റ് ഇപ്പൊ നമ്മൾ നടത്തിയ ഒരു ട്രാൻസാക്ഷൻ ആണ്. ഇതുപോലെ ഓരോ ട്രാൻസാക്ഷനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ സിസ്റ്റം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. മനോഹരമായി പ്ലാറ്റ്ഫോമിനെ നമുക്കൊന്ന് യൂട്ടിലൈസ് ചെയ്താൽ പണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ന് ഓപ്പർച്യൂണിറ്റിയാണ് ആളുകൾക്ക് ആവശ്യം. ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ വിവിധ മേഖലയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഗവൺമെന്റ് ജോബിനെ കുറിച്ചായിരിക്കാം. പക്ഷെ ഗവൺമെന്റുകൾക്ക് ഇന്ന് ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. നിലവിൽ ഉള്ളവർക്ക് തന്നെ ശമ്പളം കൊടുക്കാൻ കടം വാങ്ങേണ്ട സാഹചര്യത്തിൽ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനു വേണ്ടി നമ്മൾ ഗവൺമെന്റിന്റെ പുറകെ തന്നെ നിൽക്കണം? മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ടാണോ? തീർച്ചയായും ഓപ്പർച്യൂണിറ്റി ധാരാളമായിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കി കൊടുക്കാൻ എത്ര പേര് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ടെതറോഷൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി ഇതാണ്, ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മുന്നോട്ട് വെക്കുന്ന രണ്ട് സൊല്യൂഷൻ എന്താണ്? ഒന്ന്, വ്യക്തമായ മാർക്കറ്റ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരു മാർക്കറ്റ് പ്ലേസ്. എന്താണ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരു മാർക്കറ്റ് പ്ലേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ആണെങ്കിൽ ആ കമ്പനിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തായിരിക്കണം അതിന്റെ വില നിർണ്ണയിക്കപ്പെടേണ്ടത്. പക്ഷെ പലപ്പോഴും ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വരെയും ആ കമ്പനിയുടെ വിലയെ നിർണ്ണയിക്കപ്പെടുന്നു, മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്? പ്ലെയേഴ്സ്, ബൾക്ക് ബയേഴ്സും ബൾക്ക് സെല്ലേഴ്സും അവർ ട്രേഡിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രൂപത്തിൽ മാറ്റപ്പെടുന്നു. അത്തരം ഒരു മാർക്കറ്റ് പ്ലേസിനെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സമൂഹത്തിലേക്ക് ടെതറോഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ സൊല്യൂഷൻ എന്താണ്? ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻ ഇവിടെ പോസിബിൾ അല്ല. ബൾക്കായിട്ട് വാങ്ങാൻ തീരുമാനിച്ചു, വില ഭയങ്കരമായിട്ട് കൂടും. ബൾക്കായിട്ട് സെല് ചെയ്യാൻ തീരുമാനിച്ചു, അപ്പോഴും വില ഭയങ്കരമായിട്ട് കൂടും. വില കൂടുകയല്ലാതെ കുറയുക പ്രോസസ്സ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻ ഇവിടെ ഇല്ല, പോസിബിൾ അല്ല. സോ ടെൻഷൻ ഫ്രീ ആയി ഒരു ഹെഡേക്കും ഇല്ലാതെ കയ്യിലുള്ള പണം കൊണ്ട് ട്രേഡ് ചെയ്ത് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടെതറോഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ നമുക്ക് കാണാം. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്താണ്? ഈ പ്ലാറ്റ്ഫോമിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ വലിയ ഒരു വരുമാന മാർഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ വരുമാന മാർഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അതിനുവേണ്ടി സിസ്റ്റം പറയുന്ന പ്രോസസ് യൂണിലെവൽ പ്ലാൻ ആണ്. യൂണിലെവൽ പ്ലാനിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആശയം നമുക്ക് വേണ്ടി സിസ്റ്റം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ആ മാർക്കറ്റിംഗ് ആശയം? നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി ഈ സിസ്റ്റത്തിന്റെ ഒരു PDF ഫയലിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ PDF ഫയൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം, PDF ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
സോറി, നെറ്റ് കണക്ടിവിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് സംഭവിച്ചത്. മൂന്ന്, 4, 5 എന്ന ലെവലിൽ ഇൻകം കിട്ടണമെങ്കിൽ നമ്മുടെ ഐ ഡി മിനിമം $50 ആയിരിക്കണം. $500 ഡയറക്റ്റ് ബിസിനസ് വോളിയം ചെയ്യണം, ഉണ്ടാകണം. $500. സോറി, എന്റെ നെറ്റ് കണക്ടിവിറ്റി വളരെയധികം മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും കട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിവദാസ് സാർ ലൈനിലുണ്ടോ? ഉണ്ട് സാറേ. ഓക്കെ സാർ, ഒന്ന് ഹാൻഡിൽ ചെയ്തേക്കാമോ? കണ്ടിന്യൂ ചെയ്തോളൂ, ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എടുക്കാം. ഓക്കെ ഓക്കെ. സോ ഒമ്പത് 10 ലെവലിൽ 0.75% ആണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് $100 ഐ ഡി നമുക്ക് ഉണ്ടാകണം, 5 ഡയറക്റ്റ് റെഫറൽ ഉണ്ടാകണം, $500 ഡയറക്റ്റ് ബിസിനസ് വോളിയം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിൽ വരുന്ന എല്ലാവരോടും എനിക്ക് പറയുന്ന മിനിമം റിക്വസ്റ്റ്, നിങ്ങൾ $20 സ്റ്റാർട്ട് ചെയ്യുക, $100 ടോവയിൽ വാങ്ങുക. സോ നിങ്ങളുടെ പേഴ്സണൽ ഐ ഡിയുടെ വോളിയം അവിടെ കംപ്ലീറ്റ് ആയി. 5 പേരെ സ്പോൺസർ ചെയ്യുമ്പോൾ 5 പേരോടും അത് തന്നെ ആവശ്യപ്പെടുക. സോ 10 ലെവൽ ഇൻകത്തിന്റെ എലിജിബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലായി. വളരെ സിമ്പിൾ ആണ് ഈ സിസ്റ്റത്തിന്റെ ആശയം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ ഇന്നൊരു ബിസിനസ് ചെയ്തു, പക്ഷെ എനിക്ക് ഇൻകം വന്നില്ല. റീസൺ എന്താണെന്നറിയോ? അദ്ദേഹം 3 ഡയറക്റ്റ് റെഫറൽ ചെയ്തിട്ടുണ്ട്, 2 ഡയറക്റ്റ് റെഫറലും ചെയ്യാനുണ്ട്, അത് ചെയ്തില്ല, വിട്ടുപോയി, ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇൻകം ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള കാര്യം നമ്മൾ ചെയ്തു വെക്കണം. അത് മറക്കാതെ ചെയ്യാൻ എല്ലാവരും തയ്യാറാകുക. ഒപ്പം 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് റാങ്ക് ബോണസും ഈ സിസ്റ്റം നമുക്ക് തരുന്നുണ്ട്. അത് 4 മുതൽ 16% വരെയുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ ബൈയും സെല്ലും നടത്തുമ്പോൾ, ബൈ നടക്കുമ്പോൾ 1% സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്. ആ സർവീസ് ചാർജിന്റെ ഫസ്റ്റ് ലെവലിൽ ആ സർവീസ് ചാർജിൽ നിന്നും 10% നമുക്ക് തരും. ഒപ്പം 2ാമത്തെ ലെവലിൽ സർവീസ് ചാർജ് ആയ ആ 1%ന്റെ 3% നമുക്ക് തരും. 3, 4, 5 ലെവലിൽ 2% നമുക്ക് തരും. അതിനുള്ള ക്രൈറ്റീരിയ 6, 7, 8 ഈ ലെവലിൽ 1% നമുക്ക് കിട്ടുന്ന ഇൻകം. അതിനും സെയിം ക്രൈറ്റീരിയ തന്നെയാണ്, പ്രത്യേകിച്ച് അഡീഷണൽ ക്രൈറ്റീരിയ ചെയ്യേണ്ട ആവശ്യമില്ല. 9, 10 ലെവലിൽ 0.5%. അവിടെയും നമുക്ക് അഡീഷണൽ ക്രൈറ്റീരിയ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരേ ഒരു ക്രൈറ്റീരിയ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും, $20 നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു, $100 ടോവയിൽ വാങ്ങുന്നു, നിങ്ങളുടെ ഐ ഡി വാല്യൂ ഓക്കെ ആയി. സെയിം സിസ്റ്റം ഒരു 5 പേരിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ 10 ലെവൽ ഇൻകത്തിന്റെ എലിജിബിലിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്, ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഇനി 1 മാസം കൊണ്ട് ചെയ്തോ, 1 വർഷം കൊണ്ട് ചെയ്തോ, സിസ്റ്റത്തിന് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും സിസ്റ്റം പറയുന്നില്ല. റാങ്കിലേക്ക് കടന്നു വരുമ്പോൾ സിസ്റ്റം പറയുന്നു സിൽവർ റാങ്ക് എത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അതിനുവേണ്ടി $5000 ടീം ടേൺ ഓവർ ഉണ്ടാകണം. 10 ലെവൽ ഇൻകത്തിന്റെ എലിജിബിലിറ്റി നമ്മൾ നേടിയെടുത്ത ഒരാള് $5000 ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവരപ്പം തന്നെ സിൽവർ റാങ്കായി. ഇന്ന് എന്നെ സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു, സർ എന്റെ ഐഡിയിൽ ഒരു ലൈനിൽ കുറച്ച് ബിസിനസ് വന്നിട്ടുണ്ട്, ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് $5000 ഉണ്ട്. അപ്പൊ ഞാൻ 4 റെഫറലുകൾ ചെയ്താൽ എനിക്ക് സിൽവർ ആകാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും സാധിക്കും. കാരണം ആ ഐഡിയുടെ ഫസ്റ്റ് റെഫറിൽ തന്നെ അദ്ദേഹം ചെയ്യുന്ന $1000 ആണ് ടോവിൽ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ലെവലിലെ വോളിയം $1000 ആയി കഴിഞ്ഞു. ഇനി സിസ്റ്റം പറയുന്ന കണ്ടീഷൻ എന്താ? വെറും 5 റെഫറൽ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്, 4 റെഫറലുകൾ മാത്രം ചെയ്താൽ മതി. അദ്ദേഹം സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തു. സോ സിൽവർ റാങ്ക് കൊള്ളുക വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സിൽവേഴ്സ് ഇപ്പൊ മാർക്കറ്റിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോൾഡ് റാങ്കിലേക്ക് എത്തുമ്പോൾ 2 സിൽവർ, അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 5 ലൈനിൽ ഏതെങ്കിലും 2 ലൈനിലായിരിക്കണം. ഒരേ ലൈനിൽ തന്നെ സിൽവർ വന്ന കാര്യമില്ല, 2 ലൈനിൽ ഓരോ സിൽവർ ഉണ്ടാകണം. ഒപ്പം $25,000 ബിസിനസ് ഉണ്ടാകണം. അപ്പൊ ഗോൾഡ് റാങ്കിൽ എത്താം. എമറാൾഡ് റാങ്കിൽ എത്തുമ്പോൾ 2 ഗോൾഡ് റാങ്ക് ഉണ്ടാകണം ഓരോ ലൈനിൽ, $1,00,000 ബിസിനസ്സും വേണം.
ഡയമണ്ട് റാങ്കിൽ എത്തുമ്പോൾ $5 ലക്ഷം ടേൺ ഓവർ നമ്മൾ ചെയ്യണം. 2 എമറാൾഡിനെ ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോ എമറാൾഡ് റാങ്കിലാണ്. എന്റെ ടീമിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എമറാൾഡ് റാങ്കുകാരനുണ്ട്, അദ്ദേഹത്തിന്റെ ടീമിൽ ഒരു എമറാൾഡ് കാരനുണ്ട്. അപ്പൊ 2 എമറാൾഡ് ആയി എന്ന് കരുതിയിട്ട് കാര്യമില്ല, അതെല്ലാം ഒറ്റ ലൈനിൽ തന്നെയാണ്. അപ്പൊ ഇനി ഞാൻ ഡയമണ്ട് ആകാൻ എന്ത് ചെയ്യണം? ഒരു എമറാൾഡിനെ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഒപ്പം $5 ലക്ഷം ബിസിനസ്സും ചെയ്യണം. സോ ഞാൻ ആ ഫോക്കസിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് റാങ്ക് വിൻ ചെയ്യുന്നത്? സിൽവർ റാങ്ക് ആയാൽ ഈ കാണുന്ന 10 ലെവലിലും 4% വെച്ച് ഇൻകം അഡീഷണൽ ആയി കിട്ടും. അത് മാർക്കറ്റ് പ്ലേസിൽ കിട്ടും, ടോവ പ്ലാറ്റ്ഫോമിൽ കിട്ടും, ടെതറോഷിന്റെ രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമിലും കിട്ടും. 4% എക്സ്ട്രാ കിട്ടും. ഗോൾഡ് ആയാൽ അത് 8% മാറും. എമറാൾഡ് ആയാൽ അത് 12% കൂടുതൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പോ ഒരു എമറാൾഡ് റാങ്കിൽ നിൽക്കുന്ന എനിക്ക് ഫസ്റ്റ് ഡയറക്റ്റ് റെഫറിൽ ഒരു ബിസിനസ് ചെയ്താൽ ഇന്ന് എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പെർസെന്റേജ് എത്രയായിരിക്കും? 27% ഇവിടെ ഈ റാങ്കിൽ എത്താനുള്ള ശ്രമം ഞാൻ ചെയ്തത് കൊണ്ട് മാത്രം ലഭിച്ചതാണ്. അല്ലെങ്കിലോ എനിക്കത് ലഭിക്കത്തില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു $20 വന്ന് ടോവ എന്ന സിസ്റ്റത്തിൽ വാങ്ങി മാർക്കറ്റ് പ്ലേസിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തുകൊണ്ടേയിരിക്കാം. പക്ഷെ അതല്ല, ഈ സിസ്റ്റം തരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും എനിക്ക് പ്രയോജനപ്പെടുത്താം. എനിക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ അവസരത്തെ കുറിച്ച് എന്റെ പരിചയക്കാരോട് എനിക്ക് സംസാരിക്കാം, എന്റെ നാട്ടുകാരോട് എനിക്ക് സംസാരിക്കാം, എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് സംസാരിക്കാം, എന്റെ ബന്ധുക്കളോട് എനിക്ക് സംസാരിക്കാം, എന്റെ കസിനോട് എനിക്ക് സംസാരിക്കാം. എന്തിനു വേണ്ടി ഞാൻ സംസാരിക്കണം? അവരെല്ലാം ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കുന്നവരാണ്. എന്റെ കയ്യിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്തുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തുകൂടാ? പറഞ്ഞു കൊടുക്കുന്നത് വഴി എന്തെങ്കിലും നഷ്ടം അവർക്ക് സംഭവിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം വില കുറയാത്ത ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിലേക്ക് അവർ കടന്നു വരുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ലാഭം ലഭിക്കും. ആ ലാഭം ലഭിക്കുന്ന പ്രോസസ്സിൽ അവർ എൻജോയ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന ഓരോ ലാഭത്തിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് എനിക്കും വരുമാനം കിട്ടുന്നത്. സോ വളരെ വ്യക്തമായ ഒരു ബിസിനസ് ആശയം ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഈ ആശയത്തിലൂടെ വളരെ മനോഹരമായ ഒരു ബിസിനസ് സാമ്രാജ്യം നമുക്ക് കെട്ടിപ്പടുക്കാം. മനോഹരമായ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ മാത്രമാണ്. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ, അതിൽ ഡേറ്റയുണ്ട്, അതിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്, അതിൽ നമ്മൾ മൊബൈൽ കറണ്ട് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഈ സ്മാർട്ട് ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നത് വെറും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും യൂട്യൂബും നോക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതിൽ പ്ലേ സ്റ്റോറിൽ പോയി ടോക്കൺ പോക്കറ്റ് എന്ന വാലറ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യൂ. നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പണം ഉപയോഗിച്ച് കുറച്ച് BNB USDT വാങ്ങി വെക്കൂ. ഒരു $20 കൊണ്ട് രജിസ്റ്റർ ചെയ്യൂ. ബാക്കിയുള്ള പണം കൊണ്ട് ട്രേഡ് ചെയ്തു ലാഭം ഉണ്ടാക്കൂ. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ആളുകൾക്കും ദൈനംദിന ആവശ്യത്തിനുള്ള പണം സമ്പാദിക്കാൻ വേറൊരു മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഒരു ജോലിക്കാരനാണെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖല മാത്രം ഫോക്കസ് ചെയ്താൽ മാത്രം മതി. ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അദ്ദേഹത്തിന് പുതിയ പുതിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്ലാറ്റ്ഫോമിൽ പ്രയോജനപ്പെടുത്താം. കൃത്യമായിട്ട് മനസ്സിലാക്കി ഏറ്റെടുത്താൽ ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോം ലോകത്ത് വലിയൊരു ട്രെൻഡായിട്ട് മാറുമ്പോൾ ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന 327 പേരും 100% കോടീശ്വരന്മാരെ മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇന്ന് എന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ കൊൽക്കത്തയിലാണ്. കോടീശ്വരനായെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, ആയിട്ടില്ല, ഈ വർഷം തന്നെ ആകും. സുഹൃത്തുക്കളെ, ഈ ആത്മവിശ്വാസം എനിക്ക് നേടിത്തരുന്നത് ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ആത്മവിശ്വാസം നേടിത്തരാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ്. ഓവർ ടു ശിവദാസ് സർ. താങ്ക് യു വെരി മച്ച് സർ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. മജീദ് സാറിന്റെ സൂപ്പർ പ്രസന്റേഷൻ ആസ് ഓൾവേസ്. താങ്ക് യു വെരി മച്ച്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ എടുക്കാം. എനിക്കൊരു എൻ്റെ ഒരു കസിൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കുറച്ച് ഇതുണ്ട്, എമർജൻസി ഉണ്ട്. എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാം. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ നമുക്ക് ഒരു ഉത്തരപ്പ് കിട്ടുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഒരു ന്യൂസ്, എൻ്റെ ഒരു കസിൻ്റെ ഒരു ന്യൂസ് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഫാമിലിയിലായതുകൊണ്ട്. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കാം. എന്തെങ്കിലും കാര്യമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അബ്ബാസ് സാർ ചോദിച്ചോളൂ. സാറേ, ഞാൻ ഇതിൽ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ $120 ചെലവഴിച്ച് വന്നതാണ്.
ശരി. അപ്പൊ എന്റെ സംശയം, നമ്മൾ ആദ്യത്തിൽ $130 എടുക്കുന്ന സമയത്ത് അതിന്റെ ശേഷം എടുക്കണമെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ $300 ചെയ്താൽ മാത്രമേ ഇനി ഇൻകം എടുക്കാൻ പറ്റൂ എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ $20 ടെത്ര ഓഷനിലും $100 ടോവേയിലുമാണ് ഇട്ടത്. അതെ, ടോവേയില് $100 130 എത്തി. അൺലോക്ക് ആയോ? 14 ദിവസം കഴിഞ്ഞോ? അൺലോക്ക് ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമ്മളെ പറയപ്പെട്ട വരുമാനം കിട്ടിക്കഴിഞ്ഞു. അതുണ്ടാവും. പക്ഷെ ആ ലോക്ക് വിടാണ്ട് നിക്ക, അത് ലോക്ക് വിട്ടാലും അതുവരെയുള്ള ഗ്രോത്തില് 130 തന്നെ കിട്ടുള്ളൂ. ആ അപ്പൊ ആ 130 എന്നാണോ ലോക്ക് റിലീസ്, അത് എന്നാണ് അൺലോക്ക് ആവണേ? അൺലോക്ക് ഡേറ്റ് അറിയും. ആണെങ്കിൽ ഡേറ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് അൺലോക്ക് ആണെന്ന് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും അതിനകത്ത്. അപ്പൊ ആ ഡേറ്റ് അൺലോക്ക് ആയി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ സെല് ചെയ്യാം. സെല് ചെയ്യുമ്പോൾ 100-ന് 130 എടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം ചെയ്തിട്ടുള്ള ഒരു 20 ഉണ്ടല്ലോ, ആ 20-ന് ഒരു $7 യൂണിറ്റ് അവിടെ ടെത്രോഷൻ യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. ടോവ യൂണിറ്റ് അല്ല, ടെത്രോഷൻ യൂണിറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. അത് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അതിന്റെ വില കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വില കയറുന്ന അനുസരിച്ച് അവിടെയും, അല്ലെങ്കിൽ അവിടെ വില കയറുന്ന അനുസരിച്ചാണ് ഇവിടെ വില കയറുന്നത്. അവിടുത്തെ ഗ്രോത്തിന്റെ പെർസെന്റേജ് ആണ് കൂടുതൽ. പക്ഷെ അവിടെ 35% നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ $20 കൊടുക്കുമ്പോൾ $7 യൂണിറ്റ് അവിടെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും അത് ഇപ്പൊ ഞങ്ങൾ മാർച്ച് 18 ഞങ്ങൾ ഈ പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പോലും $100 ഇട്ടുള്ളവർക്ക് $140 ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് $100 ഇട്ടപ്പോൾ $35 യൂണിറ്റേ കിട്ടിയുള്ളൂ. അത് കയറി 140 എത്തി. എന്ന് പറഞ്ഞാൽ 400% എത്തി. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. മനസ്സിലായോ? അപ്പോ 100-130 നിങ്ങളുടെ മാക്സിമം കട്ട് ഓഫ്. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം, അല്ലെങ്കിൽ നിർത്തി പോവാം, എങ്ങനെ വേണമെങ്കിൽ. ഇനി വീണ്ടും നിങ്ങൾക്ക് ടോവയിൽ തിരിച്ചു വരണമെങ്കിൽ ഈ ICOയില് പുതിയ ഫ്രഷ് ആയിട്ടുള്ള യൂണിറ്റ് കിട്ടുന്ന ICOയിലാണ്. ഈ ICOയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് 3 മാർക്കറ്റ് പ്ലേസിൽ ലോക്കും ഇല്ല, ഒന്നുമില്ല. ഇന്ന് വാങ്ങിച്ചു 4 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് സെല് ചെയ്യാം. സെല്ലിന് സെൽ ഓർഡർ ഉണ്ടാവും. സെല്ലിന് ഒരു ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിങ്ങൾ കിടക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ആ നമ്പർ ആവുമ്പോൾ നിങ്ങൾ അത് സെല്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്ലെയിം ബട്ടൺ വരും. ക്ലെയിം ബട്ടൺ വന്നു കഴിഞ്ഞാൽ ക്ലെയിം ക്ലിക്ക് ചെയ്താൽ അപ്പൊ തന്നെ USDT നിങ്ങളുടെ വാലറ്റിലേക്ക് വരും. ആയിക്കോട്ടെ. അത്രേ ഉള്ളൂ. സാറേ 28,000 പിന്നെ ഡോളറായിട്ടും ഗോൾഡ് ആയിട്ടില്ലല്ലേ രാജീവ് എന്ന് പറയുന്ന എന്റെ സീനിയറിന്റെ. രണ്ടിലും കൂടി 28,000 2 സിൽവർ ആയി ഡീല്. ഓക്കെ. പക്ഷെ ഗോൾഡ് റാങ്ക് ആയിട്ടില്ല. എന്താ സാറേ? നാളെ എനിക്കൊന്ന് മെസ്സേജ് അയക്കോ? നാളെ അയക്കാം. ഓക്കെ. ഹലോ സാറേ. പറയൂ സാർ. സാറേ, നമ്മൾ ഈ ലെവലിംഗും കൊടുക്കുന്നുണ്ടല്ലോ, ഈ 12 ലെവലിംഗും അതേപോലെ തന്നെ സിൽവർ ഗോൾഡ് 10 ലെവൽ ഇപ്പോൾ ഉള്ളൂ. 10 ലെവൽ. ഓക്കെ. അല്ല, ഞാൻ ആ ബ്രോഷറിൽ 12 കണ്ടു. ഓക്കെ, 10 ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ 12 ഉണ്ടായിരുന്നോ? ബ്രോഷറിൽ 12 ഇല്ല, 10 ഉള്ളൂ. 10 ഉള്ളൂ. ഓക്കെ. അങ്ങനെ നമ്മുടെ ഐഡിയുടെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവല് 12 ലെവല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്യൂച്ചർ നോക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഈ ബ്ലോക്ക് ചെയിനിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഭാവിയിലേക്കുള്ളത് നമ്മൾ ഇന്നേ പ്രോഗ്രാം ചെയ്യണം. നമ്മൾ ഇന്ന് കാണണം ഭാവി. ഓക്കെ. വേറൊരു എക്സ്ട്രാ പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സാർ, എന്റെ ചോദ്യം ഇതാണ്. നമ്മൾ ഇങ്ങനെ ഈ ലെവലിംഗും കൊടുക്കാനേ നമ്മളിപ്പോൾ ടോട്ടൽ ഈ ഗോൾഡ് സിൽവർ എല്ലാം കൂടെ ആയിട്ട് 80% ആണ് കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഏകദേശം അല്ലേ? 80 കൊടുക്കുന്നില്ലല്ലോ. എത്ര പെർസെന്റേജ് ടോട്ടൽ കൊടുക്കുന്നത്? ഗോൾഡ് സിൽവർ നിങ്ങൾക്ക് മനസ്സിലായത്? അല്ല, എനിക്ക് 10 ലെവൽ എത്ര കൊടുക്കുന്നത്? 10 ലെവലിൽ ഏകദേശം 40% അടുത്ത് പോകുന്നില്ലേ? നമുക്ക് 3 പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്ന് ടെതറോഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ടെതറോഷനിൽ 10 ലെവലിൽ നമ്മൾ 23% കൊടുക്കുന്നത്. ഓക്കെ, അത് ആദ്യത്തെ പ്ലാറ്റ്ഫോം. ഓക്കെ. ടോവ പ്ലാറ്റ്ഫോമിൽ നമുക്ക് 10 ലെവലിൽ നമ്മൾ 34% കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടെതറോഷനെക്കാട്ടും 50% കൂടുതലാണ് ടോവയില്. ടോവ ICOയില്.
ICO എന്ന് ICO പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് ലോക്കലുള്ള സിസ്റ്റമാണ് ICO. 1.3x എന്നുള്ളത്. രണ്ടും 1.3x തന്നെയാണ്. ആ മാർക്കറ്റ് പ്ലേസും 1.3x തന്നെയാണ്. ഓക്കെ 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 ഓക്കെ, അവിടെ ലോക്കുള്ള സിസ്റ്റത്തിനാണ് പറയുന്നത് ICO എന്ന്. അതാണ് 34.5% അല്ലേ? ICOയില് നമുക്ക് 10 ലെവൽ 34%. പിന്നെ നമുക്ക് ഇത് ഗോൾഡ് Okay. സിൽവർ അങ്ങനെ റാങ്ക് വരെ വേറെ ഒരു മിനിറ്റ് ഹലോ, participant has asked ഒരു മിനിറ്റ് has requested access to okay. അപ്പോ മൂന്നാമത്തെ സിസ്റ്റം എന്താണ്? മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റ് പ്ലേസിൽ അറിയാം നമുക്ക് ലോക്ക് ഇല്ല. ആ ലോക്ക് ഇല്ലാത്ത സിസ്റ്റത്തിൽ നമുക്ക് 10 ലെവലിൽ നമ്മൾ ടെത്രോഷിന്റെ അതേ സിസ്റ്റം തന്നെയാണ്. 23% 10 ലെവലിലുള്ളൂ. ഓക്കെ. ഇനി റാങ്കിന്റെ സിസ്റ്റം ടെത്രോഷനിൽ 16% സിൽവർ, ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട്. ഓക്കെ. ടോവ ICOയില് നമുക്ക് സിൽവർ, ഗോൾഡ്, എമറാൾഡ് റാങ്ക് നമുക്ക് 16% തന്നെയുള്ളൂ. അതുപോലെ മാർക്കറ്റ് പ്ലേസിലും സിൽവർ, ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട് 16% തന്നെ. എന്നാൽ ഈ 3 പ്ലാറ്റ്ഫോമിലും റാങ്കിങ് സിസ്റ്റം സെയിം തന്നെയാണ്. ഓക്കെ. അപ്പൊ കൂടുതൽ പെർസെന്റേജ് ഉള്ളത് ടോവയിലാണ്. ടോവ ICOയിലാണ്. ടോവ എന്ന് പറയുന്നത് യൂണിറ്റിന്റെ പേരാണ്. നിങ്ങളത് മാർക്കറ്റ് പ്ലേസിലും ടോവ തന്നെയാണുള്ളത്. ഓക്കെ സാറേ, ഞാൻ ചോദിക്കുന്നത് ഇതിന് ഇത്ര ഇങ്ങനെ കൊടുക്കാൻ ഇവർക്ക് കഴിയുന്ന എങ്ങനെയാന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. മീൻസ് ഇത്രയും പെർസെൻറ്റേജ് നമ്മളൊരു $100 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 1.3x ചെയ്യുമ്പോൾ ഇത്രയും പെർസെൻറ്റേജ് മുകളിലേക്ക് അപ്ലയൻസിന് പോകുമ്പോൾ അവിടെ ഒരു ജനറേഷൻ വരുന്നുണ്ടോ? അതൊന്ന് പറഞ്ഞാൽ തെറ്റില്ലായിരുന്നു. നിങ്ങളുടെ കാൽക്കുലേഷനിൽ ഇത് കൊടുക്കാൻ പറ്റില്ലെന്നല്ലേ പറയുന്നത്? അതെ അതെ, അത്രേ ഉള്ളൂ. ഇതില് നമുക്ക് 2 പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്ന് ടെത്രോഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമും ഒന്ന് പുതിയത് ടോവ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. 2 പ്ലാറ്റ്ഫോമാണ്. ഓക്കെ 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 ഓക്കെ. ഈ 2 പ്ലാറ്റ്ഫോമിലെയും പേ ഔട്ടിന്റെ രീതി 2 തരത്തിലാണ്. ടെത്രോഷനിൽ ഒരു ബാങ്ക് പോലെയാണ്. ബാങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് ബാങ്കിൽ തന്നെ പോയിട്ട് വിഡ്രോ ചെയ്യാം. ശരിയല്ലേ? ഓക്കെ, ശരിയാണ്. ടെത്രോഷനിൽ നിങ്ങൾ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റിന്റെ 35% യൂണിറ്റ് നിങ്ങൾക്ക് കിട്ടി. ആ 35-ൽ നിന്നാണ് ഇതിന്റെ വളർച്ച തുടങ്ങുന്നത്. അത് 100, 200 എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാം. അതിന്റെ മുകളിലേക്ക് പോയാലും നിങ്ങൾക്ക് 200 വിൽക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2x ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ 2x എന്ന് പറയുന്ന ഒരു ലിമിറ്റാണ് അവിടെ ആ സിസ്റ്റം അവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇത് യൂണിറ്റ് സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്കാണ് സെല്ല് ചെയ്യുന്നത്. നിങ്ങൾ വേറൊരു വ്യക്തിക്കോ ഒരു മാർക്കറ്റ് പ്ലേസിലോ അല്ല നിങ്ങൾ സെല്ല് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്താണ് അവിടെ നേരത്തെ മജീദ് സാർ പറഞ്ഞ പോലെ ഇത്രയും ലിക്വിഡിറ്റി അവിടെ കിടക്കുന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോയിൻ വിറ്റാൽ കാശ് കിട്ടണം. അതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയാ. കോയിൻ അല്ലെങ്കിൽ യൂണിറ്റ്. നമുക്കിപ്പോ കോയിൻ എന്ന് പറയാനില്ല, കാരണം ഇതൊരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റം അല്ലാത്തതുകൊണ്ട് കോയിൻ ടോക്കൺ എന്നുള്ള പേരെടുക്കണ്ട. നിങ്ങൾ ഒരു ഡിജിറ്റൽ അസറ്റ്, ഈ വെർച്വൽ അസറ്റ്, ഈ വെർച്വൽ അസറ്റ് നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് USDT പുറത്തേക്ക് വരണം. അതെ. നിങ്ങൾ ടെത്രോഷനിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ടെത്രോഷൻ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്കാണ് നിങ്ങൾക്ക് അവിടെ ഒരു ബൈയും സെൽ ബട്ടണും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ ടോവയിൽ മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കാണില്ല. ടോവയിൽ ബൈ മാത്രമേ ഉള്ളൂ. ടെത്രോഷനിൽ നിങ്ങൾ ടെത്രോഷനിൽ പോയാൽ ഒരു ബൈ ഉണ്ട്, ഒരു സെല്ലും ഉണ്ട്. അപ്പോൾ ഒരു സെൽ റേറ്റ് ഉണ്ട്, ഒരു ബൈ റേറ്റ് ഉണ്ട്. ഓക്കെ. ആ സെൽ റേറ്റ് എന്താണോ ആ സെൽ റേറ്റിൽ നിങ്ങൾ അതിന്റെ താഴത്തുള്ള സെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എത്ര യൂണിറ്റ് നിങ്ങൾ ടെത്രോഷനിൽ വാങ്ങിയിട്ടുണ്ടോ ആ വാങ്ങിയിട്ടുള്ള യൂണിറ്റ് അത്രയും ആ നേരത്തെ തന്നെ വിൽക്കാം, ഭാഗികമായിട്ട് വിൽക്കാം, എങ്ങനെ വേണമെങ്കിലും വിൽക്കാം. ഒരു യൂണിറ്റും വേണമെങ്കിൽ വിൽക്കാം. നമുക്ക് മിനിമം മാക്സിമം ഒന്നുമില്ല അവിടെ. മാക്സിമം എന്ന് കഴിഞ്ഞാൽ മാക്സിമം എന്ന് പറയുന്നത് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ് ആയിരിക്കും. ഓക്കെ. മിനിമം എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആവും, അര യൂണിറ്റും ആവാം. ഓക്കെ. അപ്പൊ അത് വിറ്റാൽ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അത് ആ യൂണിറ്റ് സിസ്റ്റം തന്നെ തിരിച്ചെടുക്കുകയാണ്. സിസ്റ്റം തിരിച്ചെടുത്ത് സിസ്റ്റത്തിന്റെ ഉള്ളിൽ അവിടെ കിടക്കുന്ന $3 ലക്ഷം അടുത്ത് കിടക്കുന്ന ലിക്വിഡിറ്റിയിൽ നിന്നാണ് 90% നിങ്ങൾ $100 സെല് ചെയ്യാനായിട്ട് $90 അപ്പൊ തന്നെ വിത്തിൻ ഈ മജീദ് സാർ പറഞ്ഞ പോലെ 33 സെക്കൻഡ് ബ്ലോക്ക് ചെയിൻ ടൈമിങ് 33 സെക്കൻഡ് ആണ്. പക്ഷെ നിങ്ങളിവിടെ സെല്ലിട്ടു കൺഫർമേഷൻ കൊടുത്ത് നിങ്ങൾ സൈറ്റ് ക്ലോസ് ചെയ്ത് നിങ്ങൾ അസറ്റിൽ ടെത്രോഷൻ മറ്റേ
ടോക്കൺ പോക്കറ്റിന്റെ അസറ്റിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഫണ്ട് അവിടെ കിടക്കണ്ടാവും. അത്രയും സ്പീഡാണ്. ഓക്കെ. പക്ഷേ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന സിസ്റ്റത്തില് നിങ്ങൾ ടോവേന്ന് വാങ്ങിച്ചാലും മാർക്കറ്റ് പ്ലേസ് വാങ്ങിച്ചാലും രണ്ടും നിങ്ങൾ സെല്ല് ചെയ്യുന്നത് എവിടെയാണ്? മാർക്കറ്റ് പ്ലേസിലാണ്. ഒരു സെല്ലും 2 ബൈയും ആണ്. ഓക്കെ. നിങ്ങൾ ടോവേന്ന് വാങ്ങിച്ചു, 15 ദിവസത്തില് ലോക്ക് ഉണ്ട്, 15-ാം ദിവസം ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 14 ദിവസം പ്ലസ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 14 ദിവസത്തെ ലോക്കാണ് ശരിക്കും. 14 ദിവസവും കംപ്ലീറ്റ് ആവണം. 14 ദിവസം കംപ്ലീറ്റ് ആവണം. 15-ാം ദിവസം ഉച്ചയ്ക്ക് 1:30. നമ്മളൊരു ടൈം നമ്മൾ പണ്ടേ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കാൽക്കുലേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുബായ് ടൈം 12 മണിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ നോക്കുമ്പോൾ എന്താണ് ടൈം? അത് ഉച്ചയ്ക്ക് 1:30 മണിയാണ്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് തലേ ദിവസം വരെ നിങ്ങളുടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. പക്ഷെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1:30 മണിക്കായിരിക്കും അത് ഓപ്പൺ ആവുക. നിങ്ങൾക്ക് സെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ വരുന്നത് ആ നേരത്താണ്. ഓക്കെ. അപ്പൊ ആ എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാം. ആ എമൗണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ വരും. അത് കഴിഞ്ഞാൽ അവിടെ ഈ അൺലോക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെല്ല് ക്ലിക്ക് ചെയ്യുക. സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് സെൽ ഓർഡർ ഇടണം. രണ്ടാമത്തെ പ്ലാറ്റ്ഫോം നമ്മുടെ ഒരു ഷെയർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പോലെയാണ്. ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക? ഇനി ഞാനൊരു പ്രോഫിറ്റ് എടുക്കുന്ന ഒരു പോയിന്റിൽ ഞാനൊരു സെല്ല്, മാർക്കറ്റ് ഓർഡർ ഉണ്ടാവും, സെൽ ഓർഡർ ഉണ്ടാവും, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ ഉണ്ടാവും. ഈ ലിമിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇത്ര പ്രോഫിറ്റ് ആയാൽ ഞാൻ സെല്ലാവണം എന്നുള്ള രീതിയിലാണ് നിങ്ങളിടുക. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇല്ല. കാരണം ഇത് ഗ്രോത്ത് മാത്രമുള്ള ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്തു, നിങ്ങൾ സെല്ല് ചെയ്തപ്പോൾ നിങ്ങൾ ഒരു റേറ്റിനായിരിക്കും നിങ്ങൾ സെല്ല് ചെയ്യുന്നത്. പക്ഷെ അത് ചിലപ്പോൾ 24 hours അല്ലെങ്കിൽ 36 hours വരെ പോകാം. അത് മനസ്സിലാക്കണം എല്ലാവരും. കാരണം നിങ്ങൾക്ക് 15 ദിവസം കൊണ്ട് ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമങ്കസ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണ്. നമ്മൾ സാധാരണ നമുക്കൊരു മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിസ്റ്റം ആണ്. ഇനി അവിടെ നിങ്ങൾക്ക് പേ ഔട്ട് തരുന്നത്, നിങ്ങൾ ഈ സെൽ ഓർഡറിൽ ഇട്ടിട്ടുള്ളത് കമ്പനിയോ സിസ്റ്റമോ അല്ല തരുന്നത്. വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് അവിടെ യാതൊരു ലയബിലിറ്റി ഇല്ല. ആദ്യത്തെ പ്രോജക്റ്റിൽ ലയബിലിറ്റി ഇല്ല, രണ്ടാമത്തെ പ്രോജക്റ്റിൽ നമുക്ക് ലയബിലിറ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോജക്റ്റിൽ നമ്മളൊരു മാർക്കറ്റ് പ്ലേസിലാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ഇനി അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ബാങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺസ് നിങ്ങൾ FD ഇട്ടു, FD തിരിച്ചെടുക്കുന്ന അതേ ബാങ്കിൽ നിന്നാണ്. ഇനി ഈ പറയുന്ന ബാങ്ക് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യണം. ഷെയർ മാർക്കറ്റിൽ അവരൊരു IPO ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ സംസാരിക്കുന്ന മുഴുവൻ ട്രഡീഷണൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ട്രഡീഷണൽ മാർക്കറ്റിൽ നടക്കുന്ന പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ്. ഞാൻ MLM മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അങ്ങനത്തെ ഒരു സാധനത്തിനല്ല ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയത്. നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ മാർക്കറ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഷെയർ മാർക്കറ്റിൽ പോയി പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട്. അപ്പൊ അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇവിടെ നിങ്ങൾ വാങ്ങിക്കുന്ന ടോവ എന്ന് പറയുന്ന ഈ യൂണിറ്റ്, ആ ടോവ യൂണിറ്റ് ഇതിൽ മാർക്കറ്റിൽ ഈ കമ്മ്യൂണിറ്റിയുടെ ആക്ടിവിറ്റി കൊണ്ട്, ഏത് സാധനവും കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയിൽ തന്നെയാണ് വളരുള്ളൂ. അപ്പൊ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി കൊണ്ട് ഇത് വളർന്ന് 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 വന്ന് ഇന്ന പോയിന്റിൽ എത്തുന്നു. പക്ഷെ ഷെയർ മാർക്കറ്റിൽ അങ്ങനെയല്ല. ഷെയർ മാർക്കറ്റിൽ പല പല കണ്ടീഷൻ, മജീദ് സാർ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇൻഫ്ലുവൻസ്, മാർക്കറ്റിനെ പൊളിറ്റിക്സും വാറും ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് മാർക്കറ്റ് താഴെ പോകാൻ മുകളിലേക്ക് വരാം. നിങ്ങൾ ചിലപ്പോൾ ഒരു സെൽ ഓർഡർ ഒരു പ്രോഫിറ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ ആ പോയിന്റിൽ ചിലപ്പോൾ നിങ്ങൾ ആ പോയിന്റ് എത്തണ, നിങ്ങളുടെ പ്രോഫിറ്റ് പോയിന്റ് എത്തണതിന്റെ തൊട്ട് മുന്നേ ആയിരിക്കും ചിലപ്പോൾ അമേരിക്കയിൽ എന്തെങ്കിലും ന്യൂസ് വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു യുദ്ധത്തിന്റെ ഒരു ഇത് വരുന്നത്. അപ്പൊ മാർക്കറ്റ് താഴെ പോകും. വീണ്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടേയിരിക്കണം. ചിലപ്പോൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ, നമ്മൾ എല്ലാവരും നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. നഷ്ടത്തിൽ കൊടുക്കുക, നഷ്ടത്തിൽ കൊടുക്കുക എന്നല്ല, അതിന് പറയുന്നത് എന്താ വെച്ചാൽ എന്റെ നഷ്ടം ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇത് ട്രഡീഷണൽ മാർക്കറ്റിലുള്ള ഒരു പ്രോബ്ലമാണ്. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ സെല് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത 24 മണിക്കൂർ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് മാക്സിമം എടുക്കുന്നത് 24 hours ആണ്. ഒരു 24 hours തന്നെ നിങ്ങളുടെ 30% എമൗണ്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിന്റെ സ്പീഡ് കൂടുന്തോറും ചിലപ്പോൾ ഈ പറയുന്ന മാതിരി 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വിൽക്കാൻ ഇട്ടാൽ 5 മിനിറ്റ് കൊണ്ട് എടുത്തു പോകും. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും.
അപ്പൊ അതൊരു ഷെയർ മാർക്കറ്റ് സിസ്റ്റമാണ്. അപ്പൊ അവിടെ ആരാണ് വാങ്ങിക്കുന്നത്? ഫസ്റ്റ് സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു സിസ്റ്റം തന്നെയാണ് നിങ്ങൾക്ക് പേ ഔട്ട് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിറ്റ് വാങ്ങിയിട്ട് അതിന്റെ പേയ്മെന്റ് തരുന്നത് സിസ്റ്റം തന്നെയാണ്. രണ്ടാമത്തെ സിസ്റ്റത്തിൽ ഈ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് വേറെ ആൾക്കാർ വാങ്ങിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ആ വാങ്ങിക്കുന്നവരാണ് നിങ്ങളുടെ യൂണിറ്റ് വാങ്ങിക്കുന്നത്. ഷെയർ മാർക്കറ്റ് പോലെ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഒരു യൂണിറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അത് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാലും ശരി, ഷെയർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാലും ശരി, അത് വിൽക്കുന്നത് ഷെയർ മാർക്കറ്റിലാണ് വിൽക്കുന്നത്. NSE BSE തന്നെ വിൽക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ എവിടെയും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല. ഇന്ത്യക്ക് പുറത്ത് എവിടെയും വിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മുടെ യൂണിറ്റ് നമ്മൾ വിൽക്കാനിട്ടാൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള വേറൊരു മെമ്പർ വന്നിട്ടാണ് വാങ്ങിക്കുന്നത്. വാങ്ങിക്കാനുള്ള കാരണം എന്താണ്? ആ വ്യക്തിക്ക് അറിയാം ഇത് വാങ്ങിച്ചു കൊടുത്തുനിന്ന് മുകളിലേക്കേ പോവുള്ളൂ. രണ്ട്, ആ വ്യക്തിക്ക് ഈ സിസ്റ്റത്തിന്റെ പ്ലാൻ പ്രകാരം ആ വ്യക്തിക്ക് വീണ്ടും പർച്ചേസ് ചെയ്താൽ പറ്റുള്ളൂ. അവിടെ ഒരു തവണ വാങ്ങിയാൽ ഇവിടെ 3 തവണ വാങ്ങണം എന്ന് അയാൾക്ക് അറിയാം, അല്ലെങ്കിൽ 3 ഇരട്ടി വാങ്ങണം എന്ന് അറിയാം. അങ്ങനെ ഒരുപാട് പേര് ഈ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിന്യൂസ്ലി അറിയാൻ പറ്റും നിങ്ങൾക്ക്. നമ്മുടെ ഓർഡർ ബുക്കിൽ, മൈ ഓർഡർ ബുക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മുകളിൽ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് റെഗുലർ ആയിട്ട് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഇപ്പൊ എടുക്കുക, എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടോ 3 മണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞിട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, അതിൽ എന്ത് ഡിഫറൻസ് വരുന്നത് നോക്കുക. അപ്പൊ അത്രയും ടേൺ ഓവർ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഹ്യൂജ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ നമ്മൾ കൊടുന്നേക്കുന്നത്. വളരെ വളരെ എന്താ പറയുക, എത്തിക്കലായിട്ടാണ് നമ്മൾ കൊടുന്നേക്കുന്നത്. നമുക്ക് ഒരാളെ പറ്റിക്കണം എന്നില്ല, കമ്പനിക്ക് ഒരു ലയബിലിറ്റി ഇല്ല, 0 ലയബിലിറ്റിയാണ്, എത്ര കാലം വേണമെങ്കിലും പോകാൻ പറ്റും. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ മെയിൻ അട്രാക്ഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഹലോ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ ഒരു സംശയം. ആ നമ്മൾ ആദ്യം ഇപ്പം $100 ഇൻവെസ്റ്റ് ചെയ്ത് 130 പിൻവലിച്ചു. അതിനുശേഷം മാർക്കറ്റ് പ്ലേസിൽ നിന്ന് 3 ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും 100 വീതം 3 തവണ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവുമോ? ആദ്യം 100 ഇട്ടു, അത് 50 വീതം 6 തവണ ആയാലും കുഴപ്പമില്ല, 300 ഒരുമിച്ചായാലും കുഴപ്പമില്ല, 100 വീതം 3 തവണ ആയാലും കുഴപ്പമില്ല. എങ്ങനെയായാലും കുഴപ്പമില്ല. $20 വെച്ചിട്ട് നിങ്ങൾ 15 തവണ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അതിന്റെ 3 ഇരട്ടി മാർക്കറ്റ് പ്ലേസിൽ ചെയ്യണമെന്ന് അത്രേ മാത്രമേ ഉള്ളൂ. ഉള്ളൂ. ആ ടേൺ ഓവർ നിങ്ങൾ ചെയ്യണം, എന്നാലും തിരിച്ച് വീണ്ടും ടോവയിൽ വീണ്ടും വാങ്ങിക്കാൻ പറ്റും. ICO വീണ്ടും തിരിച്ചു. ടോവ എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റിന്റെ പേരാണ്. ഒന്ന് ICO ആണ്, ഒന്ന് മാർക്കറ്റ് പ്ലേസ് ആണ്. ICO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്യുന്ന പോയിന്റ് ആണ്, ഫസ്റ്റ് ഫ്രഷ്. മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ സർക്കുലേഷനിലുള്ളതാണ്. നമ്മുടെ യൂണിറ്റ് ബൈയും സെല്ലും തമ്മിലുള്ള സർക്കുലേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഷെയർ ആദ്യം ഇഷ്യൂ ചെയ്യുന്ന ഒരു ബാങ്ക് ആയിരിക്കും, പക്ഷെ ബാങ്ക് അല്ല തിരിച്ചെടുക്കുന്നത് നിങ്ങളുടെ പ്രോഫിറ്റ്. നിങ്ങൾ മാർക്കറ്റ് പ്ലേസിലാണ് ചെയ്യുന്നത്, അതായത് ഷെയർ മാർക്കറ്റിലാണ് ചെയ്യുന്നത്. ആ ബാങ്കിൽ നിന്ന് വാങ്ങിച്ച ഷെയർ ഞാൻ മാർക്കറ്റിൽ ഞാൻ വിൽക്കുന്നു, അവിടെ വാങ്ങാൻ വേറൊരു വ്യക്തി ഉണ്ടാവും, കമ്പനി ഒരിക്കലും തിരിച്ചെടുക്കുന്നില്ല. അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ പ്രോഫിറ്റ് ഓൺലി എന്ന് പറയുന്ന ഒരു ബാക്കപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ. ഹലോ സാർ, നമസ്കാരം. പറയൂ സാർ. സാർ എനിക്ക് ടെതർ ഓഷ്യന്റെ കേസിലെ അതിലിപ്പോ സാറ് പറഞ്ഞല്ലോ നമുക്ക് കോയിൻ എത്ര കാലം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതേപോലെ എത്ര തവണ വേണമെങ്കിലും ബൈയും സെല്ലും നടത്താന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ അതില് നമുക്ക് ഇപ്പൊ ടോവേന്റെ കേസ്, മാർക്കറ്റ് പ്ലേസിന്റെ കേസിലാണെങ്കിൽ അതിലൊരു പൂളിംഗം വരുന്നുണ്ടല്ലോ, അതേപോലെ ഇതില് പൂളിംഗം വരുന്നുണ്ടോ ടെതർ ഓഷ്യനില്? ടെതർ ഓഷ്യനില് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു പൂൾ സിസ്റ്റം ഉണ്ടായിരുന്നു. $100, $500, $1000 ചെയ്യുന്നവർക്ക് ഒരു ക്യാപിറ്റൽ റിട്ടേണും കൂടി ഡെയിലി. അത് ടേൺ ഓവറിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അത് ടെതർ ഓഷ്യനിലെ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്യാപിറ്റൽ റിട്ടേൺ ഉണ്ടായിരുന്നു. അത് തുള്ളിയാണ്, പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ അത് $100, $500, $1000 ഈ കറക്റ്റ് ഫിഗറിൽ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ 1 ടൈം കിട്ടുള്ളൂ. ഒരു ഐഡിയയിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഒരു ഐഡിയയിൽ $1600 വരെ. അതിപ്പോഴും നമ്മൾ കൊടുത്തോണ്ടിരിക്കണ്ടല്ലോ, ഇപ്പോഴും ഡെയിലി കൊടുത്തോണ്ടിരിക്കണ്ടല്ലോ. ടെതർ ഓഷ്യനിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ടെതർ ഓഷ്യനിൽ ഇതേപോലെ സാറേ മറ്റേ അതിൽ സെല് ചെയ്യുമ്പോൾ 3% പോകുന്ന പോലെ ഇതിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ, ട്രാൻസാക്ഷൻ ചാർജ്? ആക്ച്വലി ടെതർ ഓഷ്യനിൽ നിങ്ങൾ നിങ്ങളുടെ യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ 10% അവിടെ പിടിക്കും. 10% പിടിക്കും അല്ലേ? ലിക്വിഡിറ്റി ഹോൾഡിംഗ് ആണ്. അത് അഡ്മിൻ ഫീസ് അല്ല, ലിക്വിഡിറ്റി ഹോൾഡിംഗ് ആണ്. അതിൽ നിന്ന് നമുക്ക് പേ ഔട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ടോവയിൽ നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യുമ്പോൾ 1%ഉം 3% എമൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് റവന്യൂ ആയിട്ടാണ് ഞങ്ങൾ കരുതണേ. അപ്പൊ ആ റവന്യൂവിൽ നമുക്ക് 39% നമ്മൾ അപ്ലയൻസിന്
നമ്മൾ വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. ബൈ ചെയ്താലും സെല് ചെയ്താലും നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ അതെ. മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ബൈ ചെയ്താലും സെല് ചെയ്താലും ഓക്കെ അപ്ലയൻസിന് ഓക്കെ വരുമാനം കിട്ടുകയും ചെയ്യും, റേറ്റ് മാറുകയും ചെയ്യും. കാരണം ഇതിൽ നിന്നും 20% ടെത്രോഷനിലേക്ക് പോകുന്നുണ്ട്, ലിക്വിഡിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈവ് ആണത്. ഓക്കെ സാർ ഓക്കെ. അപ്പൊ ആക്ച്വലി ഇതിൽ ഹോൾഡ് ചെയ്ത് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അതും ഒരു ബെനിഫിറ്റ് ആണ് ആക്ച്വലി. ടെത്രോഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെയാണ്. അതെ അതെ ഒരു ലോങ് ടേം വ്യൂയോട് കൂടിയിട്ട് ടെത്രോഷനിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ തന്നെ എടുക്കാന്ന് വിചാരിക്കരുത്. കാരണം നിങ്ങൾ 100 ഇട്ടാൽ 35 നിങ്ങൾക്ക് അവരുടെ റെഡി ഉള്ളൂ. അതെ അതെ പക്ഷെ ആ 35 കയറി കയറി വരും. ഇപ്പൊ മാർച്ച് 18 നമ്മൾ ടോവ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2.24 എന്ന് പറയുന്ന റേറ്റിലാണ് നിന്നിരുന്നേ. അതെ അതെ അന്ന് ഒരാൾ വാങ്ങിക്കുമ്പോൾ അയാൾക്ക് $35 യൂണിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ $1 എത്തിയല്ലോ. ദാറ്റ് മീൻസ് 4 ഇരട്ടി എത്തിയല്ലോ. അതെ അതെ 0.24 4 ടൈംസ് അല്ലേ, 400%. യെസ് യെസ് $35 400% 140 അപ്പൊ 100 ഇട്ട ആൾക്ക് അന്ന് 35 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 35 ഗ്രോ ചെയ്ത് $140 ആയി ഈ 50-60 ദിവസം കൊണ്ട്. അതെ നഷ്ടമില്ലല്ലോ. അപ്പോഴും 40% ഇല്ല കിട്ടി. ഇനി അതെ അവിടെ വെച്ചിട്ട് ടോവ പോലെ, ടോവയില് നിങ്ങൾക്ക് ഒരു വൺ ടൈം ബൈങ്ങിന് മാക്സിമം 1.3 ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എത്ര യൂണിറ്റ് ബാക്കി ഉണ്ടെങ്കിലും എത്ര പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അത് കിട്ടില്ല. ലിമിറ്റഡ് ആണ്. അതെ നേരെ മറിച്ച് ടെത്രോഷനിൽ അങ്ങനെയല്ല. യെസ് യെസ് ടെത്രോഷനിൽ നിങ്ങൾക്ക് എക്കാലം കൊണ്ട് നിങ്ങൾ വിൽക്കുന്നു, ബാക്കിയുള്ള യൂണിറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതെ അതെ അത് വീണ്ടും അവിടുന്ന് ഗ്രോത്ത് ഉണ്ടാവും. ഞാനിപ്പോ $1000 ബിറ്റ് കോയിൻ വാങ്ങിച്ചു. ഞാനത് $2000 ആയി, അല്ലെങ്കിൽ $3000 ആയി, $5000 ആയി. ഞാൻ $2000 വിറ്റാൽ എനിക്ക് ബാക്കി ബിറ്റ് കോയിൻ അവിടെ ഉണ്ടാവുമല്ലോ. അതെ 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 ആ ബാക്കിയുള്ള ബിറ്റ് കോയിൻ വീണ്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. യെസ് യെസ് അതും നിങ്ങൾക്ക് വിൽക്കാം. പക്ഷെ അവിടെ നിങ്ങളുടെ ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെയും ലിമിറ്റ് ഉണ്ട്, ഇവിടെയും ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് മെയിൻ ആണ്. കാരണം ലിമിറ്റ് ആണ് ഈ സിസ്റ്റത്തിനെ നിലനിർത്തുന്നത്. അതെ അതെ അത്രേ ഓക്കെ ഉള്ളൂ. സാർ. ഓക്കെ താങ്ക് യു. സാറേ ഈ ടെത്രോഷനിൽ $20 നമുക്ക് മാക്സിമം മിനിമം ആയി ചെയ്യാൻ പറ്റത്തുള്ളൂ? 20 കൂടെ ചെയ്യാൻ അല്ല, പറ്റുന്നില്ലല്ലോ? മിനിമം എന്ന് പറയുന്നത് മിനിമം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രജിസ്ട്രേഷന്റെ സമയത്ത് നമ്മൾ $20 ആണല്ലോ നമ്മൾ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത്. അതെ ഞങ്ങളല്ല, സിസ്റ്റം. അതെ ഓക്കെ, അതിന് $7 നിങ്ങൾക്ക് തന്നു. ഇനി അതിനുശേഷം നിങ്ങൾ വേണമെങ്കിൽ ടെത്രോഷന്റെ ഐഡിയിൽ നിങ്ങളുടെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഒരു ബൈ ബട്ടൺ ഉണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് ചെയ്യാം. യെസ് ബൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ് ടു ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അപ് ടു $1000 നിങ്ങൾക്ക് ചെയ്യാം. $20 to $1000 ആണ് അവിടുത്തെ ലിമിറ്റ്. ഓക്കെ ഓക്കെ, അതറിയില്ലായിരുന്നു. ശരി അത് ശരി. ആൾക്കാർക്ക് തെറ്റിപ്പോണ്ടിരിക്കണം. കാരണം അതെ $120 ആയിട്ട് ആൾക്കാർ വരുന്നത് $20 ഇവിടെയും $100 ടോവയിലും ഇടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഓക്കെ ഓക്കെ പക്ഷെ പലർക്കും തെറ്റിപ്പോയിട്ട് $20 പിന്നെ $100 കൂടി അവിടെ അടിച്ചു വെച്ച ആൾക്കാരുണ്ട്. ഓക്കെ, രണ്ടും ഒരിടത്ത് തന്നെ. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു രജിസ്ട്രേഷൻ ഫീസ് വെച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫർദർ നിങ്ങൾക്ക് ടോവയിലോ അല്ല ടെത്രോഷനിൽ വാങ്ങണമെങ്കിൽ ടെത്രോഷനിൽ നിങ്ങൾക്ക് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്ര വേണമെങ്കിലും ബൈ ചെയ്യാം. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ മാക്സിമം 1000. അത് 35% കിട്ടത്തുള്ളൂ. 35% ഇപ്പൊ തരുന്നുള്ളൂ. ശരി ശരി. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ തുടക്കത്തിൽ പോലുള്ള ആൾക്കാർക്ക് $100 ഇട്ടവർക്ക് ഞാൻ ഇന്ന് കുറെ പേരുടെ ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ. $375, $400, $450, $500 ഒക്കെയാണ് ഈ ഒരു കൊല്ലം കൊണ്ടായിട്ടുള്ളത്. ഓക്കെ ഓക്കെ, മനസ്സിലായി. അവരറിഞ്ഞിട്ടും കൂടി, ചിലരൊന്നും അറിഞ്ഞിട്ടും കൂടി ഇല്ല. നോക്കുന്നില്ല ഞാൻ. ചിലരങ്ങനെയാണ് ജോയിൻ ചെയ്തിട്ട് അങ്ങോട്ട് മറന്നു കളയും. ഞാനതങ്ങ് ജോയിൻ ചെയ്തിട്ട് നോക്കാറില്ല. ഞാൻ നോക്കിയിട്ടില്ല. ടെത്രോഷനിൽ ഇന്ന് എല്ലാവരും നോക്കിക്കോ. എല്ലാവരും ടെത്രോഷനിൽ ഐ ഡി ഉള്ള എല്ലാവരും നോക്കിക്കോ. മറ്റേ നമ്മൾ ഈ ടോവ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വന്നിട്ടുള്ള എല്ലാവരും നോക്കിക്കോ. അവരുടെ എമൗണ്ട് അവരുടെ പ്രോഫിറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടാവും. സൂപ്പർ. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ എല്ലാവരും ടോവേ മാർക്കറ്റ് പ്ലേസ് മാത്രമേ നോക്കുന്നുള്ളൂ, സത്യം പറഞ്ഞ. അതുകൊണ്ടാണല്ലോ സാറേ നമ്മൾ ടെത്രോഷൻ മാത്രമേ ഉള്ളപ്പോ എല്ലാവരും വിചാരിച്ചു ഇത് ഭയങ്കര സ്ലോ ആയിട്ടുള്ള സിസ്റ്റം ആണെന്ന്. ടോവ വന്നപ്പോഴാണ് ഇത് ഇത്രയും ഹെവി ആണെന്നുള്ളത്. ടോവയില് പക്ഷെ നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ സെൽ ഓർഡർ ഇട്ടാൽ അത് വാങ്ങിക്കേണ്ടത് വേറൊരു ബയ്യറാണ്. കമ്മ്യൂണിറ്റി ബയ്യറാണ് അത് വാങ്ങിക്കുന്നത്. മനസ്സിലായി. ടെത്രോഷനിൽ അങ്ങനെ ഒരു ബയ്യർ ഇല്ല. അത് സിസ്റ്റം തന്നെ വാങ്ങിക്കണേ. സിസ്റ്റം തന്നെ വാങ്ങും. ഓക്കെ ഓക്കെ, ബൈയും സെല്ലും സിസ്റ്റം ആണ്. എവിടെ വേണമെങ്കിൽ ചെയ്യാം. താങ്ക് യു വെരി മച്ച്. സാറേ ഒരു കാര്യം ചോദിച്ചോളൂ സാറേ. ചോദിച്ചോളൂ. നമ്മുടെ 35% നമ്മുടെ കസ്റ്റമർ ഹോൾഡിംഗ് ആണല്ലോ. അതെ. 52% ലിക്വിഡിറ്റിയിലേക്ക് പോകുന്നു. ബാക്കി 52% പോകുന്ന 52 ആണ് ഈ 35 ഉള്ളത്. എങ്ങനെ സാറേ?
$35 ഇതിന്റെ നമ്മൾ തരുന്നുണ്ടല്ലോ, അത് ഈ $52 ഇല്ലേ ലിക്വിഡിറ്റി പോകുന്നത്, ആ അതിൽ ഇൻക്ലൂഡഡ് ആണ്. 35 + 17 = 52. 52ന്റെ സ്പ്ലിറ്റ് ആണ് ഞാൻ പറയുന്നത്. ആ 35 അതിൽ പ്ലസ് അന്ന് പറഞ്ഞ ഈ 52ന്റെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് തന്ന യൂണിറ്റ് അവിടെ ഉണ്ട്. അതല്ല സാറേ ഞാൻ ചോദിക്കുന്നത്, കസ്റ്റമർ ഹോൾഡിംഗ് 35, പിന്നെ ഈ 52 അതിൽ ഈ 35 ഇൻക്ലൂസീവ് ആണോ? 52 യെസ്, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. അല്ല, അപ്പൊ ബാക്കിയുള്ള ഡിവൈഡ് ഏതാ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ട്. ഇല്ല, എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ല നോയ്സ്. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്ത് നിൽക്കണേ. അപ്പോ ബാക്കിയുള്ളത് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് അപ്പ് ആയി പോകുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓക്കെ, ടെത്രോഷനിൽ വരുന്ന ഓരോ $100 $52 ലിക്വിഡിറ്റിയിലേക്ക് പോകും, $5 അഡ്മിൻ കമ്മീഷൻ ആയിട്ട് പോകും, $4 വൺ സ്കൂളിലേക്ക് പോകും, ബാക്കിയുള്ള 39% റാങ്കും ലെവൽ ഇൻകം ആയിട്ട് പോകും. ഇൻകം വൈസ് കൊടുക്കും അല്ലേ? യെസ്. ഓക്കെ. അന്നും ഇന്നും ഒക്കെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഇതില്. ഓക്കെ. താങ്ക് യു. KP രാജേഷ്, പറഞ്ഞോളൂ. നമസ്കാരം സാർ, ഞാനൊരു കോമൺ ലേമാൻ ആണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ പല സ്കീമുകളും ഇപ്പൊ വീറ്റ്, ലൈഫ് സ്റ്റൈൽ, അതിലൊക്കെ ആൾക്കാരുടെ ഒരുപാട് പണം നഷ്ടവും വന്നിട്ടുണ്ട്. അവരും ഇങ്ങനെ നല്ല നല്ല പ്രോമിസ് ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാരുടെ നിന്ന് പണം എടുത്തത്. അപ്പോൾ നമ്മൾ ഒരാളോട് ഇതിനെ പറ്റിയിട്ട് പറയുമ്പോൾ, ഇപ്പൊ ഫാമിലിയിൽ തന്നെ ഒരാളോട് പറയുമ്പോൾ അവരുടെ ചോദ്യം ഇതാണ്: നീ വീറ്റേ ചെയ്തു, ലൈഫ് സ്റ്റൈൽ ചെയ്തു, ബിയോണ്ട് ഇൻഫിനിറ്റി ചെയ്തു, അത് ഇത്. അപ്പൊ അതിലും ഇങ്ങനെയൊക്കെ കുറെ നമ്മളോട് പ്രലോഭനം വെച്ചിട്ടാണ്, പല പ്രോമിസ് വെച്ചിട്ടാണ് നമ്മളുടെ നിന്ന് കാശ് അവർ എടുത്തത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് ശരിയാണ്. അപ്പൊ ഇതിലും അങ്ങനെ നാളെ ഒരു സ്കാമോ എന്തെങ്കിലും, അല്ലെങ്കിൽ പണം എടുത്തിട്ട് അവര് നാട് വിടുക എന്തെങ്കിലും അങ്ങനെ ചെയ്തു വെച്ചാൽ, നമ്മള് അങ്ങനത്തെ ഒരു സാധ്യത ലൂപ്പ് ഹോൾസ് ഇതിലും ഉണ്ടാവുമല്ലോ സാറ്. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിക്കുന്നത്, സാറ് ആ ലൂപ്പ് ഹോൾസിനെ നമ്മള് എങ്ങനെയാണ് ഈ സിസ്റ്റം ബ്ലോക്ക് ചെയ്യുന്നത്? ചില ആൾക്കാരുടെ പണം എടുത്തിട്ട് അത് അവർക്ക് റിട്ടേൺ ഒന്നും കിട്ടാണ്ട്, ഇപ്പൊ സാധാരണ ആൾക്കാർ, കോമൺ മാൻ, അവർക്ക് എന്തെങ്കിലും നാളെ ഒരു നല്ലൊരു ഇൻകം വരട്ടെ പറഞ്ഞിട്ടാണ് ഇതിൽ ചേർന്നത്. അപ്പൊ സാറൊക്കെ നല്ല പഠിച്ച ആളാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതൊക്കെ ചെയ്ത ആൾക്കാർ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധ്യത നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഒരു സാധാരണ ഒരു അൺഎഡ്യൂക്കേറ്റഡ് പേഴ്സൺ അവർ ഇതിൽ ചേരുമ്പോ, പണം ഇടുമ്പോ, അവർക്ക് അൺഎഡ്യൂക്കേറ്റഡ് ഒട്ടും വിദ്യാഭ്യാസം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ബേസിക്, ഒരു 10ാം ക്ലാസ് പാസ്സായി, ഒരു 8ാം ക്ലാസ് പാസ്സായ ആള് അവർ ഇതില് പണം എടുത്തിട്ട് നാളെ അത് ഈ കമ്പനി മുങ്ങിപ്പോവില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒന്നും കിട്ടാതെ ആവുമ്പോൾ അങ്ങനെ വല്ല സാധ്യത ഉണ്ടോ? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ചോദ്യം. അത്രേ ഉള്ളൂ. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരാളുടെ ധാരാളം പൈസ ഉണ്ട്. ഞാൻ പറയുന്നത് സാധാരണ ഒരു ലോ ഇൻകം എഡ്യൂക്കേഷൻ വിടും, ഒരു സാധാരണ ഒരു 5,000 10,000 വരുമാനമുള്ള ആള് ഒരു മാസം, അയാൾ ഇതിൽ പണം ഇട്ടു, നാളെ ഈ കമ്പനി മുങ്ങിപ്പോയി, അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇതില് ഉണ്ടോ? അങ്ങനെ വല്ല അവര് ഈ കമ്പനി എന്തുകൊണ്ട് മുങ്ങില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇത്രയും നേരം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പറയില്ല. കാരണം ബേസിക് റീസൺ, ഇവിടെ സിസ്റ്റത്തിന് ഒരു ലയബിലിറ്റി ഇല്ല. ഞങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും എമൗണ്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ സാറിന്? എവിടെയെങ്കിലും ടെത്രോഷനിൽ എവിടെയെങ്കിലും ഒരു പ്രോമിസ് ഉണ്ടോ? ഡെയിലി 1% തരാം, ഡെയിലി 10% തരാം. That is okay. They are investing into the smart contract, and that smart contract is being protected. പറഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ പൈസ ഇട്ട പണം കൂടി ഇല്ലാണ്ട് ആവാൻ സാധ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ അങ്ങനെ സാധ്യതയില്ല. ഈ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് 100% പറയാൻ കാരണം എന്താ വെച്ചാൽ, അതെല്ലാം ഈ ഒരു കാൽക്കുലേഷൻ ആണ്. ഇത് 100% കാൽക്കുലേഷൻ ആണ്. ഇതൊരു സയൻസ് ആണ്. നമുക്ക് ദൈവം സഹായിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ബൈ ഗോഡ്സ് ഗ്രേസ് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലാണ്ട് നമ്മള് അത്രയ്ക്കും തലേക്കല്ലന്മാരായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. ബട്ട് ഞങ്ങളുടെ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങൾ മാർക്കറ്റിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, ആ മനസ്സിലാക്കിയതിന്റെ
ഇതായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. വി ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം നമ്മൾ എടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് അവർ മാർക്കറ്റ് എക്സ്പീരിയൻസ്. ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കാലമായിട്ട് മാർക്കറ്റിൽ നടന്നിരുന്ന പല കമ്പനികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞിട്ടുള്ള 3 കമ്പനിയാണെങ്കിൽ നമ്മൾ വേറെ 30 കമ്പനി അല്ലെങ്കിൽ 300 കമ്പനി അല്ലെങ്കിൽ 3000 കമ്പനി ഇതിനപ്പുറത്തേക്ക് കണ്ടിട്ടുണ്ട്. ഈ കമ്പനീന്റെ ഒക്കെ ഉണ്ടായിരുന്ന പ്രോബ്ലം, ദേ പ്രോമിസ്ഡ് സംതിങ് ടു ദി മെമ്പേഴ്സ്. എല്ലാവരും ഒരു പ്രോമിസ് കൊടുക്കും, ഡെയിലി നിങ്ങൾക്ക് ഇത്ര തരാം. ഹലോ, സർ, എന്റെ പേര് അജിത്ത് എന്നാണ്. ഇപ്പൊ അദ്ദേഹം ചോദിച്ചതിന് ഞാൻ എന്റേതായിട്ടുള്ള ഒരു മറുപടി ഒന്ന് പറഞ്ഞിട്ട്, ഞാൻ ലൈഫിലും ഓൺ പാസീവിലും വിറ്റയിലും സീരിയസ് ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അതും ഇതും തമ്മിലുള്ള രണ്ട് വ്യത്യാസം ഒന്ന് പറയാം. ഞാൻ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. എന്റെ പൈസ സപ്പോർട്ടുണ്ട്, എന്റെ കൂടെ വന്നതൊക്കെ നല്ല പൈസ സപ്പോർട്ടുണ്ട്. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല്, വിറ്റ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരുന്നു. സോഷ്യൽ മീഡിയ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബെൽജിയത്തിൽ കേസ് ഉണ്ടായി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വൈൻഡപ്പ് ആയി അവർ സീസ് ചെയ്തു പോയി. അത് ഒരു മാൻ കൺട്രോൾഡ്, അല്ലെങ്കിൽ ഒരു കമ്പനി കുറച്ച് ആൾക്കാർ കൺട്രോൾ ചെയ്യുന്ന സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരുന്നു. ലൈഫ് അതേപോലെ തന്നെ കുറെ സംഭവം വരും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ഓൺ പാസീവ് അതേപോലെ തന്നെ കുറെ ആൾക്കാരെ ഇരുത്തിയിട്ട്, എക്സ്പെർട്സിനെ ഇരുത്തിയിട്ട് അവർ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ സൂമിന് പരമായിട്ടുള്ള സംവിധാനം ഉൾപ്പെടെ കുറേയേറെ IT റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അല്ലെ സർവീസുകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഈ സംഗതികൾ വരാതിരിക്കുകയോ അതിനൊരു കോമ്പറ്റീഷൻ വരികയോ ചെയ്യുന്നുണ്ട്, ആ സിസ്റ്റം ഫെയിൽ ആകുന്നു. ഇവിടെ ഈ ഓരോ ട്രാൻസാക്ഷനിലും, സെല്ലോ ബയോ എന്ത് നടന്നാലും, ഈ ഓരോ ട്രാൻസാക്ഷനിലും ഒരു സർട്ടൈൻ എമൗണ്ട് ലിക്വിഡിറ്റി പൂളിലേക്ക് പോകുന്നു. ലിക്വിഡിറ്റി പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കരുതൽ ശേഖരമാണ്. ഈ പറയുന്ന ഓരോരുത്തരും ഇവിടെ കൊടുക്കുന്ന പൈസയ്ക്ക് അവർക്ക് കിട്ടുന്ന ഡിജിറ്റൽ യൂണിറ്റിന് നാളെ ഒരു സമയത്ത് തിരിച്ചവർക്ക് പൈസ എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിരതദ്രവ്യം അല്ലെ കരുതൽ ശേഖരമായിട്ടാണ് ഈ ലിക്വിഡിറ്റി പൂളിൽ പൈസ ഇരിക്കുന്നത്. അതിന് സ്മാർട്ട് കോൺട്രാക്റ്റിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന അനുസരിച്ച്, ഞാൻ സ്മാർട്ട് കോൺട്രാക്ട് വായിച്ചു നോക്കിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അറിയാവുന്നവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ മൂന്നാമതൊരാൾക്ക് പൈസ എടുത്തിട്ട് പോകാൻ പറ്റില്ല. അതിൽ ബാക്ക് എൻഡിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവില്ല. ഈ പൈസ ആ സ്മാർട്ട് കോൺട്രാക്റ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ പർപ്പസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടതനുസരിച്ച് 3,80,000 പരം USDT ലിക്വിഡിറ്റി പൂളിലുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇതിന്റെ ക്രിയേറ്റർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇതിൽ ഉള്ളവർക്ക് ഈ സ്മാർട്ട് കോൺട്രാക്ട് അനുസരിച്ച് സിസ്റ്റം റൺ ചെയ്ത് കൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ഒരു മിനിമം അവയർനെസ്. താങ്ക് യു. ഹലോ സാർ. ഒരു ചോദ്യം കൂടി, അതോടെ ഞാൻ നിർത്തുകയാണ്. അവിടെ ഒരു ക്ലാഷ് വരുന്നുണ്ട്. ഒരു മിനിറ്റ് സാർ, ഈ കമ്മിന്റെ ക്രിയേറ്റർ ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്, മിസ്റ്റർ ശിവ സാർ. മനസ്സിലായോ? വേറെ ആരല്ല. ബിനോയ്, ഓക്കെ, താങ്ക് യു. ബിനോയ്, താങ്ക് യു. ഹലോ, ഒരു ചോദ്യം കൂടി സർ. അപ്പൊ ഇതിൽ ചെറുതായിട്ട് നമ്മൾ ആൾക്കാരെ ഇതിൽ ചേർത്തില്ലെങ്കിൽ, ഒരാള് നമ്മളുടെ താഴെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചേർന്നില്ലെങ്കിൽ, അപ്പൊ നമുക്ക് ഇതില് വലിയ ഇൻകം ഒന്നും കിട്ടില്ല അല്ലെ? ചെറുതായിട്ട് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും ഇതിലൊരു ഒരു ഇതുണ്ട്, ഒരു ഫാക്ടർ ഉണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ എവിടെയും നിർബന്ധമായിട്ട് നിർബന്ധമല്ല. ഇത് ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ അവർ കാണുന്നത് ഒരു പുച്ഛത്തോടെയാണ്. സയന്റിഫിക്കലി ഇറ്റ് ഹാസ് ബീൻ പ്രൂവൺ ദാറ്റ് ഇത്ര ഹ്യൂമങ്കസ് ആയിട്ടുള്ള ഒരു വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേറൊരു സോഴ്സ് ഇല്ല. ഒരു സാധാരണക്കാരന് $20 ടെത്രോഷനിൽ വന്നിട്ട് $100 എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച്, അല്ലെങ്കിൽ വേണ്ട ഒരു $20 ടോവയിൽ ഇട്ടിട്ട് ഒരു ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹി ക്യാൻ മേക്ക് മില്യൺസ്. അതാ ഞാൻ പറയുന്നത് സർ. ഇഫ് ഹി ഈസ് നോട്ട് എ നെറ്റ്വർക്കർ, അയാൾക്ക് MLMന്റെ ഇത് ഇപ്പൊ ഒരാൾ നെറ്റ്വർക്കർ അല്ലെങ്കിൽ അയാൾക്ക് സ്ട്രേറ്റ് അവേ നേരെ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് ബൈ ആൻഡ് സെൽ. ഒരു ഷെയർ മാർക്കറ്റില് നെറ്റ്വർക്കേഴ്സ് അല്ലല്ലോ. ഷെയർ മാർക്കറ്റിൽ ഒരാൾ വാങ്ങുന്നു, വിൽക്കുന്നു. പ്രോഫിറ്റ് ആവുമ്പോൾ നിങ്ങൾ വിൽക്കുന്നു, വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ക്ലെയിം ചെയ്യുന്നു, വീണ്ടും വാങ്ങുന്നു, വിൽക്കുന്നു. യു ക്യാൻ ഡു ദ സെയിം പ്രോസസ്. 1%, 3% ചെയ്യാം. If he doesn't create a team, he cannot make much money. If he doesn't create a team, അയാൾ ടീം ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ if he wants to make good money, he has to make a team.
അപ്പൊ ചെറുതായിട്ടൊരു MLF-ന് ഇതുണ്ട്. ഒബ്വിയസ്ലി എപ്പോഴും പൊട്ടൻഷ്യൽ എപ്പോഴും ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കണം. നമ്മുടെ ഇതിലെ ലീഡേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള പൈസ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങൾ ലീഡേഴ്സിന്റെ പണം പ്രൊജക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഈ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഇതിനെ. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. നമുക്കത് താല്പര്യമില്ല. അത്രയ്ക്കും എമൗണ്ടുകൾ ഈ പറയുന്ന 50, 55 അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് ഇവിടെ ലീഡേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, വിച്ച് ദേ കാണ്ട് എവർ ഇമാജിൻ ഇൻ എനി അതർ പ്രോജക്ട്. അത് മനസ്സിലാക്കുക. നെറ്റ്വർക്കിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, അറിയാമെങ്കിൽ ചെയ്യുക. പക്ഷെ എന്തും പഠിച്ച് വ്യക്തമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യണം. ഇത്ര ഇട്ടാ ഇത്ര കിട്ടും എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യരുത് ഈ പ്രോജക്റ്റിനെ. ശിവദാ സാറ് ഒരു സെക്കൻഡ് സാർ, അതെ ഈ ഒരു ആളെ കൊണ്ടുവന്നില്ലെങ്കിലും ഒരു മാസത്തില് മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ബൈ ആൻഡ് സെല് ചെയ്തിട്ട് 100% പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ചോദിച്ച രാജേഷ് സാറാണ് മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തിനാണ് സാറേ ഇത്രയും പോരെ? 100% ഒരു മാസം കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് രാജേഷ് സാറേ. ഒരാളെ നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. രണ്ട് കാര്യങ്ങളാണുള്ളത്. നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 100% പ്രോഫിറ്റ് ഉണ്ടാക്കാം. നിങ്ങൾ ടീം ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് 100% ഉണ്ടാക്കാം. ടീമിൽ നിന്നുള്ള വരുമാനം തന്നെ ഇവിടെ ഒരുപാട് ലീഡേഴ്സിന് ഒരു ദിവസം തന്നെ $1000-2000 വാങ്ങിക്കുന്ന ലീഡേഴ്സ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഉണ്ട് ഓൾറെഡി. ഒരു ദിവസം $2000 എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ ഒരു ദിവസം. വേറെ ഒരു പ്രോജക്റ്റിലും ഈ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രോജക്റ്റിലും അതില്ല. എനിക്ക് അഷ്വറൻസ് തരാം. കാരണം നമുക്ക് പാൻ ഇന്ത്യ, നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് എക്സ്പോഷർ ഉള്ളതാണ്. നമുക്ക് ഓൾ ഇന്ത്യ ലീഡേഴ്സിനെ നമുക്കറിയാം. നമ്മുടെ കയ്യിൽ ഓൾ ഇന്ത്യ ടീമും നമുക്കുണ്ട്. നമുക്കറിയാം ഇതിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഹെവി ഹിറ്റേഴ്സ് ആണ്. ഇതിനകത്ത് നല്ല ഹെവി ആയിട്ട്, കാരണം നമ്മൾ ഈ 50-60 ദിവസം കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള 20 കോടി ഇതിന്റെ ബിസിനസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ലീഡേഴ്സിന്റെ ബോണസ് ആണ്. നമ്മള് ലീഡേഴ്സ് ആയില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ലീഡർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലീഡർ ആയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നോളൂ. രണ്ട് ഓപ്ഷൻ തരുന്നുണ്ട്. ഇത് ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. അത് മനസ്സിലാക്കാം. VPN വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് ഈ സിസ്റ്റത്തില് നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആയിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ എന്ന് ഞാൻ പറയില്ല, നിങ്ങളൊരു ട്രേഡർ ആയിട്ട് വരികയാണ്, അതർവൈസ് നിങ്ങളൊരു നെറ്റ്വർക്കർ ആയിട്ട് വരികയാണ്. 2 പേർക്കും, നെറ്റ്വർക്കർക്കാണ് എപ്പോഴും ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. എത്ര വരുമാനം വേണമെങ്കിൽ അൺലിമിറ്റഡ് ഏർണിങ്സ് ആണ് ഇവിടെ. ഹ്യൂജ് ഏർണിങ്സ് ആണ്. ഡെയിലി $10,000 ഏൺ ചെയ്യണോ? യെസ് യു ക്യാൻ. പക്ഷെ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് വരുമ്പോൾ അയാള് $10,000 ഡെയിലി ഏൺ ചെയ്യണമെങ്കിൽ അയാൾ അത്രയ്ക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് വ്യത്യാസം. ഇത്രേ ഉള്ളൂ. സാറേ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. സാറേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല, ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഇതില് വന്നതാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് വെറും ഇൻവെസ്റ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ $250 USDT കൊടുത്തിട്ട് $73 പർച്ചേസിങ് എനിക്ക് കിട്ടിയുള്ളൂ. അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും $450 $500 അടുത്ത് എനിക്ക് കിട്ടി. ഏതാ? $500 എനിക്ക് കിട്ടി ഒരു വർഷം. ഞാൻ ടെതർ ഓപ്ഷനിലാണ് ചെയ്തത്. ടോവ മാർക്കറ്റ് ചെയ്തില്ല. ആയിക്കോട്ടെ. ഇപ്പൊ എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ, ഒരു സംശയമല്ല, ഒരു കാര്യം, നമുക്ക് ഈ മാർക്കറ്റ് പ്ലേസിനെ കുറിച്ചിട്ട് അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ സാറിന് ചെയ്യാൻ പറ്റുമോ? ആന്റണി സാറ് നമസ്കാരം. അതെ വീഡിയോ സാറിന് ഞാൻ അയച്ചുതരാം. നാളെ അയച്ചുതരാം, ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചുതരാം. അത് ഈ മാർക്കറ്റ് പ്ലേസില് നമുക്ക് ഇത് ചെയ്യുമ്പോഴേ എവിടെയൊക്കെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് 14 ദിവസം കഴിയുമ്പോഴേ നമുക്കത് ലോക്ക് ആവുള്ളൂ. മറ്റേ ടോവയിൽ എങ്ങനെ ചെയ്യാന്ന് ഒരു വീഡിയോ ഞാൻ നാളെ വീഡിയോ അയച്ചുതരാം. കൂടാതെ സാറിന് 2 ദിവസത്തിനുള്ളിൽ നേരിട്ട് വന്ന് നമുക്ക് ഇരിക്കാം. ഓക്കെ. ഞാനിപ്പോ ബാംഗ്ലൂരിലുള്ളത്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. സാറ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. സാറ് ഗ്രൂപ്പിൽ ഇട്ട് വെച്ചാൽ എല്ലാവർക്കും അത് ഗുണം ചെയ്യും. അപ്പൊ എല്ലാവർക്കും അതൊരു പ്രോത്സാഹനമാവും. മാർക്കറ്റിംഗ് ചെയ്തില്ലെങ്കിലും പൈസ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഞാൻ പറയുന്നത് സുമേഷിന്റെ കൂടെയാണ്. സുമേഷാണ് എന്നെ ചേർത്താൻ ആയിട്ടില്ല ഇതുവരെ. എനിക്കറിയില്ല. അപ്പൊ അവരുടെ താഴെയാണ് കരീം സാറിന്റെ താഴെയാണ് സുമേഷ്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അത് ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഒന്ന് ഫ്ലാഷ് ചെയ്ത് വെച്ചാൽ എല്ലാവർക്കും ഗുണം ചെയ്യും. അതുകൊണ്ടാണ് നമ്മളെല്ലാവർക്കും ഫ്ലാഷ് ചെയ്യുന്നുണ്ട്.
അവരത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രോബ്ലം അല്ല. ശരി ശരി. ഓക്കെ, യു ആസ്ക് യുവർ സ്പോൺസർ. യെസ്, താങ്ക് യു അവരെല്ലാ സർ. ഇൻഫർമേഷൻ ഉണ്ടാവണം. താങ്ക് യു മച്ച്. സഞ്ജയ്. എന്തെങ്കിലും ചോദിക്കാൻ ചോദിച്ചോളൂ. 26 ആയി, ക്ലോസ് ചെയ്യാനുള്ള ടൈമായി. ഹലോ, ആരുമില്ല. ഞാൻ ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള ശിവദാസ് സാറേ, പറഞ്ഞോളൂ. $384 ടോവല് വെക്കുക. $384 ടോവല് വെക്കുക. ഓക്കെ, നിങ്ങളുടെ സ്ട്രാറ്റജി ആണോ? $499.2, അതായത് $500 വിഡ്രോ കിട്ടുള്ളൂ. $499.2 15-ാം ദിവസം തന്നെ വിഡ്രോ ചെയ്തെടുക്കാം. $115.2 പ്രോഫിറ്റ് കിട്ടും. സൂപ്പർ. എന്നിട്ട് $384 വെച്ച അന്ന് തന്നെ മാർക്കറ്റ് പ്ലേസിൽ $384 വെക്കുക. അത് 1, 2, 3, 4, 5 എന്ന് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് $384 വീതം വെക്കുക. 8-ാം ദിവസം തൊട്ട് എല്ലാ ദിവസവും $115.2 വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കാം. സൂപ്പർ. ഞാൻ വെച്ചേക്കുന്നത് $3072 ആണ്. എനിക്കൊരു മാസം 2 ഐഡിയിലായിട്ട് $4146.8 $6144 എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരു പ്രൊമോഷൻ ചെയ്യുന്നില്ല. അടിപൊളി, സൂപ്പർ. താങ്ക് യു വെരി മച്ച്. ഇതൊക്കെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരികയാണെങ്കിൽ ഞാനത് എല്ലാവർക്കും കമ്മ്യൂണിറ്റിക്ക് ഞാൻ കൊടുക്കാം. ഇല്ല, ഒരു മിനിറ്റ് മാഡം. സാർ അത് എനിക്കൊരു വീഡിയോ ആയിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരാം. ഒറ്റ സെക്കൻഡ് പറയാം സാറേ. പറഞ്ഞോളൂ. അതായത് $500 ആണല്ലോ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വിഡ്രോ കിട്ടുന്നത്, അല്ല എല്ലായിടത്തും. അതെ. അപ്പോ ഞാൻ ആദ്യം ചെയ്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ $1800 അടിച്ചു. ഓക്കെ. അപ്പൊ എനിക്ക് അത് 5 ദിവസത്തിലായിരുന്നു. പക്ഷെ എനിക്ക് $1800 പ്ലസ് 30% പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 6 ദിവസം വേണ്ടി വന്നു. ഓക്കെ. അപ്പൊ എനിക്ക് ഒരു മാസത്തിന്റെ 6ഉം 5ഉം 11 ദിവസം പ്രോഫിറ്റ് നഷ്ടപ്പെട്ടു. 6 ദിവസം പ്രോഫിറ്റ് നഷ്ടപ്പെട്ടു. 5 ദിവസം കൊണ്ട് കിട്ടിയ പ്രോഫിറ്റ് ആണ് ഞാൻ 6 ദിവസം കൊണ്ട് വിഡ്രോ ചെയ്തെടുത്തത്. ഓക്കെ. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച സൂത്രമാണ് $500 കിട്ടത്തുള്ളൂ. അപ്പൊ $384 30% എന്ന് പറഞ്ഞാൽ $115.2. അതായത് $499.2 ആണ് എനിക്ക് വിഡ്രോ ചെയ്ത അന്ന് തന്നെ രാവിലെ കൊടുത്ത് ക്ലെയിം ചെയ്ത വൈകുന്നേരത്തിനകത്ത് എനിക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ശരി. അപ്പോ 384 പിരിവുകൾ ഞാൻ വേർതിരിച്ചു. അതായത് മാർക്കറ്റ് പ്ലേസിൽ 6 അല്ല 7-ാമത്തെ ദിവസം അല്ലെ 8-ാമത്തെ ദിവസം, അതിനപ്പുറം പോകേണ്ട 30% കിട്ടും. അപ്പോ ഞാൻ $3500 ആണ് എനിക്ക് $3500 ഞാൻ മാർക്കറ്റ് പ്ലേസിൽ വെച്ചത്. അത് വിത്ത് പ്രോഫിറ്റ് 30% വിഡ്രോ ചെയ്ത് കിട്ടാൻ വേണ്ടി എനിക്ക് ഏകദേശം 14 ദിവസം എടുത്തു. അപ്പൊ ഞാൻ $384, രണ്ടാമത് ഞാൻ $384 ടോവയിൽ വെച്ചിട്ട് ഓരോ ദിവസവും ഞാൻ 384 വെച്ച് അടിച്ചു. അപ്പൊ ഞാൻ ഒരു വർഷം ഈ പ്രോജക്റ്റിലുണ്ടെങ്കിൽ 7 ദിവസത്തെ ഗ്യാപ്പ് എടുക്കുന്നു. പ്രോഫിറ്റ് കിട്ടുന്നില്ല എനിക്ക്. അതായത് വിഡ്രോവൽ എടുക്കുന്നില്ല ഞാൻ 7 ദിവസം. പിന്നെ ഞാൻ അങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. 384 വിഡ്രോ ചെയ്തു, എനിക്ക് $499.2 കിട്ടുന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ $115.2 പ്രോഫിറ്റ് എടുത്ത് മാറ്റുന്നു, അല്ലെങ്കിൽ മുഴുവനും വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ലൈഫ് ലോങ് 1 വർഷം അല്ല 2 വർഷം ഈ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഓരോ 384 ഡിവൈഡ് ചെയ്ത് ഞാൻ അടിച്ചുകൊണ്ടിരുന്നാൽ എന്നും എനിക്ക് $115.2 ഓരോ 384 നിന്നും പ്രോഫിറ്റ് എടുക്കാം. സൂപ്പർ, അടിപൊളി. അങ്ങനെയാണെങ്കിൽ 2 ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഐഡിയിൽ $3072, താഴത്തെ ഐഡിയിൽ $3072 ഇതേപോലെ പാകി വെച്ചാൽ $6144 നിന്ന് $4146.8 വിത്ത് റെഫറൽ കമ്മീഷൻ എന്റെ തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ 384ന്റെ $57 സംതിങ് $57.8 എനിക്ക് തന്നെ പ്രോഫിറ്റ് കിട്ടും രണ്ടാമത്തെ ഐഡിയിൽ നിന്ന്. സോ എനിക്ക് ഈസി ആയിട്ട് $4146.8 ഓരോ മാസവും പ്രോഫിറ്റ് എടുത്തോണ്ടിരിക്കാം. ഏകദേശം 80%.
എന്റെ മുന്നേ ഇതാണ് താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ. ഇതാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ. നമ്മൾ ബാക്കിയുള്ള ഏത് മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞാലും ആ മാർക്കറ്റിംഗ് പ്ലാനിൽ ഒറ്റ പ്ലാനേ ഉള്ളൂ. ഇനി പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്ന പറയാം. ടോയില് ഒരു മിനിറ്റ് സാറേ, ഈ പറയുന്ന സിസ്റ്റത്തിൽ ഓരോരുത്തർക്കും തീരുമാനിക്കാം എങ്ങനെ വേണമെന്നുള്ളത്. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഓക്കെ സാർ, അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ പ്രോജക്റ്റ് പഠിച്ചു, ആദ്യം $100 വെച്ചു. ഈ പ്രോജക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഒരു 2 വർഷമെങ്കിലും ലൈഫ് ഉണ്ടെന്നുള്ളത് എനിക്ക് 101% ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ 15 രൂപ പലിശക്ക് എടുത്തിട്ടാണ് 6 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. ഓക്കെ, സോ ഐ ആം ഹാപ്പി. കാരണം ഞാൻ ഈ മാസം കൊണ്ട് ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ എന്റെ 6 ലക്ഷത്തിന്റെ സ്ഥാനത്ത് എനിക്ക് $5000 സിസ്റ്റത്തിൽ തന്നെ കിട്ടും. അടിപൊളി, സൂപ്പർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ ഇതുപോലെ എല്ലാവർക്കും ഓരോരോ സ്ട്രാറ്റജി ക്രിയേറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെയിൻ കാര്യം. എന്റെ സ്ട്രാറ്റജി ഉണ്ട്, ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയ സ്ട്രാറ്റജിയാണ് എന്റെ ടീമിലേക്ക് വേണ്ടി. ചെറിയ എമൗണ്ട് $20 ടെതൽ അടിക്കാം, $100 ടോവൽ അടിക്കാം, $100 മാർക്കറ്റ് ബേസ് അടിക്കാം. ഓക്കെ, ടെതറിൽ വരുന്ന സോറി നമ്മൾ ടോവൽ വരുന്നത് 14 ദിവസം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മള് മറ്റേ മാർക്കറ്റ് ബേസ് 100 അടിക്കണ്ടല്ലോ. ഓക്കെ, അത് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന്റെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ആ പ്രോഫിറ്റ് വീണ്ടും കയറി എന്ത് ചെയ്യാൻ പറ്റും? സാധാരണക്കാർക്ക് കേട്ടോ, വലിയ ടീമിനൊന്നല്ല, ഞാൻ സാധാരണ ഒരു പല കമ്പനികളിലും അടിക്കാൻ പറ്റുന്ന എല്ലാ കാറ്റഗറിക്കും എന്താ പറയാ, സമാധാനപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെത്രോഷ്യൻ അല്ലെങ്കിൽ ടോവ. ഇതാണ് ഞാൻ അത് ജസ്റ്റ് നമുക്ക് ഒരു $220 ഉണ്ടെങ്കിൽ നമുക്ക് 3 മാസം കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. 1 lakh ഉണ്ടാക്കാൻ പറ്റും. ശരിയാണ്. താങ്ക് യു ബിനോയ്. ബിനോയ് സാർ ഇപ്പൊ പറഞ്ഞത് ഇമോഷണൽ ആയിട്ടാണ്. ഇമോഷണൽ ആവാതെ ബിനോയ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. ഇന്റലിജൻസ് കൊണ്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട്. ശിവദാസ് സാറേ, ഒരു മിനിറ്റ് അതൊന്ന് നമ്മൾ ചർച്ചയിലേക്ക് പോവാണ്ട് നമ്മൾ കാര്യത്തിലേക്ക് ഒറ്റ സെക്കൻഡ് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ബിനോയ് സാർ ഒന്ന് നിർത്തി ഒന്നുകൂടെ പറയാവോ? വേണ്ട നമുക്ക് പിന്നെ പറയാം. പറയാതെ ഹലോ, അല്ലാതെയുള്ള കാര്യങ്ങള്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ സാറേ, നമുക്ക് ഇതിൽ ഈ ക്രൗഡ് കൂടിയാലേ ഈ പ്രൊജക്റ്റിന് എന്താ സംഭവിക്കുക? മീൻസ് ഇപ്പൊ നമുക്കൊരു 24 hour ഏകദേശം ആവറേജ് എടുക്കുന്നുണ്ടല്ലോ, നമ്മളൊരു 12, 13, 14 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളിത് ഇപ്പോൾ ഒരു ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം ഒരു 800 600 സെല്ല് അല്ലെങ്കിൽ ബൈ നടക്കുന്നുണ്ടെങ്കിൽ മേ ബി ഇത് ഇങ്ങനെ ക്രൗഡ് ഇങ്ങനെ കൂടി വന്നാൽ അഥവാ അങ്ങനെ വരുമ്പോൾ ഈ സിസ്റ്റം സ്ലോ ആവുമോ, അതോ നമ്മളെ ഡേറ്റ് ഇങ്ങനെ മാറും 24 hour 48 hourലേക്ക് മാറാൻ സാധ്യത ഉണ്ടോ? പെർ സെക്കൻഡിൽ നിങ്ങളുടെ സെല്ല് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. സോറി സർ, നിങ്ങളുടെ ഓരോ സെക്കൻഡിൽ നിങ്ങൾ ക്ലെയിം ഇട്ട് കഴിഞ്ഞാലേ, നിങ്ങൾ സെല്ല് ഇട്ട് കഴിഞ്ഞാലേ ഓക്കെ, അടുത്ത സെക്കൻഡിൽ നിങ്ങൾക്ക് ക്ലെയിം ആവും. അല്ല ഞാൻ ചോദിക്കുന്നതല്ലേ, കുറെ ക്രൗഡ് മീൻസ് കുറെ പേര്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയണത് മനസ്സിലാക്കൂ. ഇപ്പോ ഇങ്ങനത്തെ ഒരു ഡിലേ വരുന്നുണ്ടെങ്കിൽ ആ ഡിലേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും 1:3 ആണ്. 100 ഇവിടെ ചെയ്താൽ 300 അവിടെ ചെയ്യണം, നിർബന്ധമാണ്. അതേ ഐഡിയിൽ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾക്ക് അത് നിർബന്ധമാണ്. അപ്പോ $1 ലക്ഷം സെയിൽ നടന്നാൽ $3 ലക്ഷം പർച്ചേസ് അവിടെ നടക്കും. അതേ ആൾക്കാർ തന്നെ വീണ്ടും റീപർച്ചേസ് ചെയ്യണ്ടേ? നിങ്ങൾക്ക് ടോയിലേക്ക് തിരിച്ചു വരാൻ വകുപ്പില്ലല്ലോ. അതാണ് ആ കമ്പൽസറി ഫാക്ടർ ഉണ്ടായതുകൊണ്ട്. ആ കമ്പൽസറി ഫാക്ടറുകളുണ്ട്. $1 ലക്ഷം സെൽ ചെയ്യാനിട്ടാൽ $3 ലക്ഷം ബൈ ചെയ്യാനുള്ള ഇതുണ്ടാവും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ബിജു സാർ കുറച്ചു നേരമായിട്ട് എന്തോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കണം പ്ലീസ്. എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ മീറ്റിംഗ് ക്ലോസ് ചെയ്ത് കളയും. വൺ ബൈ വൺ ചോദിച്ചോളൂ സാറേ. സാർ 2 പോയിന്റ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 382 ഞാനിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കുറെ ഓൾറെഡി 4-5 ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്റെ ടോവ എല്ലാം 20 ദിവസത്തെ ഹോൾഡിംഗിൽ എടുത്തായിരുന്നു. ഏകദേശം ഒരു $26,000 ഉണ്ടെന്ന് തോന്നുന്നു. ശരി.
അപ്പൊ അത് കാരണം ഞാൻ നോക്കുമ്പോൾ 7 ദിവസം ആകുമ്പോഴത്തേക്ക് എന്റെ എല്ലാം ക്ലിയർ ആയി കിടപ്പുണ്ട്. ഇപ്പൊ ഈ 1300 എടുക്കാൻ പറ്റുന്നതെല്ലാം 3000-ന് മേളിലായി കിടക്കുകയായിട്ട്. അപ്പൊ മറ്റന്നാളാണ് അത് ക്ലിയർ ആവുന്നത്. അപ്പൊ ഞാൻ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ 384 ഇപ്പൊ അതിനുശേഷം ഞാനൊരു 4-5 ഇട്ടത് 384 ആണ്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് 492. ഞാൻ ചോദിക്കേണ്ടതല്ല സാർ, ഈ ടോവയിൽ നമ്മളെടുത്ത 1.3x കഴിഞ്ഞിട്ടുള്ളതും ബേൺ ആയി പോകുമോ, അതോ 1.3x സെല്ലിംഗ് എല്ലായിടത്തും ബേൺ ആയി പോകും, എല്ലായിടത്തും ബേൺ ആയി പോകും. ഓക്കെ. അപ്പോഴ് ഞാൻ പ്രീസെല്ലിലും ഉണ്ടായിരുന്നു സാർ. പ്രീസെല്ലിൽ ഞാൻ എടുത്തത് ജൂൺ 5-ാം തീയതി ആവുള്ളൂ. പ്രീസെല്ലും ഇത് തന്നെയാണ് അവസ്ഥ. 2x ആണ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ളത്. ആ 2x ആയി കഴിഞ്ഞാൽ അതിന് മേളിലേക്ക് ഒരു പൈസ എടുക്കാൻ സമ്മതിക്കില്ല സിസ്റ്റം. അത് അവിടെ കിടക്കുമോ, അതോ പിന്നീട് നമ്മൾ 3x ഇവിടെ? ഇല്ല കിടക്കലില്ല. ഇന്നത്തെ ഇപ്പൊ നോക്കുമ്പോ മീറ്റിംഗിന്റെ സമയത്ത് നോക്കുമ്പോ അതിന്റെ വാല്യൂ 9080 ആണ്. അതെന്താന്ന് വെച്ചാലേ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 30% എത്തുന്ന നമ്മൾ വിചാരിച്ചേ. ഇതിപ്പോ ഒരു മാസത്തിൽ 100% മേലെ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിറ്റി അത്രയധികം ഇതിനെ അക്സെപ്റ്റ് ചെയ്തു. ഒരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മള് 9000 ഉണ്ട്, പക്ഷെ 9000 സാറ് 1000 ആണ് ചെയ്തെങ്കിൽ സാറിന് 1500 യൂണിറ്റ് കിട്ടിയിട്ടുണ്ടോ 3000 എടുക്കാം. ബാക്കിയുള്ളത് പോയി. 3000 എടുക്കാം. ബാക്കി 7000 കിടപ്പുണ്ട്. ഞാൻ വിചാരിച്ചൊരു 3000 ഒന്നും ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളത് ലാപ്സ് ആയി പോകും. അത് ശരി. ഓക്കെ. അല്ല ബാക്കിയുള്ള എനിക്ക് അതില് സ്വപ്നം കാണരുത്. ടോവേല് നമ്മൾ $100 പർച്ചേസ് ചെയ്തിട്ട് ഒപ്പം തന്നെ $300 മാർക്കറ്റ് പ്ലേസിൽ പർച്ചേസ് ചെയ്താല് ഈ ഒപ്പം തന്നെ ടോവ ഓപ്പൺ ആയി വീണ്ടും. അല്ല സാറേ, ലൈവിലി ഓൾറെഡി ടോവേല് ഞാൻ ഇന്നിട്ട് 15 ദിവസം ലോക്കിംഗ് പീരീഡ് ആണ്. ശരി. ഞാൻ അന്ന് തന്നെ $300 മാർക്കറ്റ് പ്ലേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ടോവർ റിലീസ് ചെയ്ത് വീണ്ടും ഞാൻ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് ടോവർ റിലീസ് ആവില്ല. ടോവയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ട്രാൻസാക്ഷൻ റിലീസ് ആവില്ല. പക്ഷെ നിങ്ങൾക്ക് പുതിയതായിട്ട് ടോവയിൽ വീണ്ടും ബൈ ചെയ്യാം. പിന്നെ ടോവേന്ന് എടുത്തിട്ട് വീണ്ടും ഞാൻ 300 അടിക്കേണ്ട കാര്യമില്ലല്ലോ മാർക്കറ്റ് പ്ലേസിൽ. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ വീണ്ടും മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ടോവയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ 300 അടിക്കണം. അല്ല സാറേ, അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്ത് ടോവേൽ റണ്ണിങ് ടൈമിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ 100-നല്ലേ നിങ്ങൾ 300 ചെയ്ത്? ആ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 300 മാർക്കറ്റ് പ്ലേസിൽ ആയിക്കോട്ടെ. ഇന്ന് ചെയ്തു. ഇന്ന് തന്നെ നിങ്ങൾ 300 ടോവല് മാർക്കറ്റ് പ്ലേസിൽ ചെയ്തു. ഓക്കെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ടോവർ റിലീസ് ആവും വീണ്ടും. നിങ്ങൾ വീണ്ടും അടുത്ത $100 കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ $100-ന് $300 വീണ്ടും ചെയ്താലേ വീണ്ടും തിരിച്ച് ടോവയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ സാറേ, കട്ടിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് 100-ന് ഒരു കട്ടിംഗ് പീരീഡ് ഉണ്ട്, സെക്കൻഡ് 100-ന് വേറൊരു കട്ടിംഗ് പീരീഡ് ഉണ്ട്, തേർഡ് 100-ന് വേറൊരു കട്ടിംഗ് പീരീഡ് ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല സാറേ, അപ്പൊ ഈ $100 ഞാൻ കട്ടിംഗ് പീരീഡ് ആയിട്ട് തിരിച്ചെടുത്ത ശേഷം വീണ്ടും 300 മാർക്കറ്റ് പ്ലേസിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വീണ്ടും എനിക്ക് ടോവ് അടിച്ചൂടെ? പറ്റില്ല. ആദ്യത്തെ ട്രാൻസാക്ഷന് 300 നിങ്ങൾ ചെയ്തു. ഓക്കെ. അപ്പൊ അത് ഓപ്പൺ ആയി. നിങ്ങൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ചെയ്തു. ഓക്കെ. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾ 300 അവിടെ മാർക്കറ്റിൽ ചെയ്യണം. അല്ല സാർ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. സാധാരണ 15 ദിവസത്തേക്ക് ടോവ് ഇട്ട് കഴിഞ്ഞാൽ ടോവ് റിലീസ് ചെയ്തിട്ട് 300 മാർക്കറ്റ് പ്ലേസിൽ ഇട്ട ശേഷമല്ലേ ടോവയിൽ വരാൻ പറ്റുള്ളൂ? അല്ല, അതിന് മുന്നേ വരാം. അതിന് മുന്നേ 300. പിന്നെ അടുത്ത 100. നിങ്ങളൊരു നെറ്റ്വർക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിമിറ്റ് ഇല്ലേ? നിങ്ങൾക്ക് ടീമിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്നതിന് 3x അല്ലേ ലിമിറ്റ്? അതെ. നിങ്ങൾക്ക് ആ 3x ലിമിറ്റ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? നല്ല വിഡ്രോയിൽ നടക്കുമല്ലോ, അല്ലെങ്കിൽ ഹോൾഡിംഗിൽ പോവില്ലേ? അല്ല സാർ, ഞാൻ ചോദിച്ചത് 100 വാങ്ങിയ ശേഷം 300 പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ? ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചോദ്യം ചോദിക്കാണ്ട് ഞാൻ പറയണത് എന്താന്ന് മനസ്സിലാവുണ്ടോ? അല്ല, പറഞ്ഞോ സാറേ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ 100 ചെയ്താൽ നിങ്ങൾക്ക് $300 നിങ്ങളുടെ ടീമിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള പെർമിഷൻ ആയി. ഓക്കെ. നിങ്ങൾ $300 നിങ്ങൾ ടോവയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇപ്പൊ 300 അല്ല, നിങ്ങൾക്ക് $500 ഉണ്ടെന്ന് വെച്ചോ. $500 ഞാൻ ആദ്യം 100 ചെയ്തു. 100 ചെയ്തപ്പോ എനിക്ക് $500 ഞാൻ ടീം ഡെവലപ്പ് ചെയ്തു. എനിക്ക് $500 കമ്മീഷൻ ഉണ്ട്. 500-ൽ നിങ്ങളുടെ വിഡ്രോവൽ പെർമിഷൻ എന്ന് പറയുന്നത് 3x ആണ്.
ഓക്കെ 300. ആ 200 അവിടെ കിടപ്പുണ്ടല്ലോ. കിടപ്പുണ്ട്. ഇനി ആ 200 എടുക്കണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് നിങ്ങൾ 300 ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ടോവയിലേക്ക് വന്നിട്ട് 100 അടിച്ചാൽ ആ 200 നിങ്ങൾക്ക് എടുക്കാം. പ്ലസ് ഒരു 100 കൂടി അവിടെ ബാലൻസ് കിടക്കും. ബാലൻസ് പറഞ്ഞാൽ എടുക്കാൻ ഉള്ള ഒരു ലിമിറ്റ് കിടക്കും. അത് ഇന്ന് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് 15 ദിവസം ഒന്നുമില്ല, 15 ഒന്നുമില്ല. ഇവിടെ അൺലോക്ക് ചെയ്യാനുള്ള ടൈം മാത്രം പറഞ്ഞു. അൺലോക്ക് ചെയ്യാൻ നിങ്ങൾ അവിടെ 3x ചെയ്താൽ മതി. മാർക്കറ്റ് പ്രൈസ് വേണ്ട. അപ്പൊ തന്നെ നിങ്ങൾക്ക് തിരിച്ച് ടോയിൽ വന്നിട്ട് വീണ്ടും ബൈ ചെയ്യാം. ആ ബൈ ചെയ്യണതിനും 15 ദിവസം പോകും. ഓരോ ബൈയിനും 15 ദിവസം പോകും. താങ്ക് യു. ശരി. സാർ എത്രയും നല്ലൊരു പ്രോഗ്രാം ഞങ്ങൾക്ക് തന്നതിന് ഒരു കോടി നന്ദി. താങ്ക് യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതെ സാറേ, ഈ ടോവേല് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റുമോ? അതായത് 20% ലിക്വിഡിറ്റിയിലേക്ക് നമുക്ക് പോകുന്നു പറഞ്ഞു. ബാക്കി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഒരു 50+30+20 എന്നുള്ള ഒരു റേഷ്യോ ആണോ? എങ്ങനെയാണത് ഒന്ന് പറയോ? നോ, 50+50.5% പോകുന്നത് നെറ്റ്വർക്കിലേക്കാണ്, അപ്ലയൻസിലേക്കാണ്. 20% പോകുന്നത് ലിക്വിഡിറ്റിയിലേക്കാണ്. ബാക്കി 30% ഉള്ള എമൗണ്ട് അഡ്മിന്റെ കയ്യിലുണ്ടാവും. ആ അഡ്മിൻ അവിടെ മാർക്കറ്റ് പ്ലേസിൽ ബൈന്റെ ഇതുണ്ടല്ലോ, അഡ്മിനും ബൈ ചെയ്യും. മാത്രമല്ല ബൈ ചെയ്ത് അഡ്മിന് ബൈ ചെയ്യും. അഡ്മിന് 30% കിട്ടിയ പുളിക്കൊന്നുമില്ലോ. പ്ലസ് നമ്മുടെ ബാക്കിയുള്ള പ്രൊമോഷൻസ്, നമ്മളിപ്പോ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ആ പ്രൊമോഷൻ ചെയ്യാനുള്ള ഫണ്ട്, കാരണം ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ടെതറോഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോ ടെതറോഷൻ ഞങ്ങൾ വെറും 5% മാത്രമാണ് ഞങ്ങൾ കമ്മീഷൻ എടുത്തത്. ഈ 5% വെച്ചിട്ട് ഞങ്ങൾക്ക് ആകെ ഞങ്ങളുടെ സെർവറിന്റെ കാശ് കൊടുക്കാനുള്ള കാശേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അത് സ്ലോ ആയത്. അങ്ങനെയല്ല, അത് 35% കൊടുക്കുന്നതുകൊണ്ടാണ് സ്ലോ ആയത്. ടെതറോഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കൊല്ലം കൊണ്ട് 1800 മെമ്പേഴ്സ് ആണ്. ഒരു കൊല്ലം കൊണ്ട്. നമ്മൾ ഈ ടോവ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1864 മെമ്പേഴ്സ് ആണ്. അവിടെ നിന്ന് നമ്മൾ ടോവ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരേക്കും 5600 ചില്ലാനം മെമ്പേഴ്സ് ആണ് ഞാൻ ഇന്ന് കാലത്ത് നോക്കുമ്പോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം 4000 ചില്ലാനം മെമ്പേഴ്സ് ഈ ടോവ സ്റ്റാർട്ട് ചെയ്ത് ഈ 50-60 ദിവസത്തിനുള്ളിൽ വന്നു. കാരണം ആൾക്കാർക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, കുറച്ച് മസാല വേണം. പറയുന്നേ കുറച്ച് ഒരു ചൊടി എന്നൊക്കെ പറയില്ലേ. ടെതറോഷൻ വളരെ സേഫ് ആണ്. കാരണം ടെതറോഷനില് മാർച്ച് 18 വരെ വന്നിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും പക്ക പ്രോഫിറ്റ് ആയിട്ട് നിൽക്കപ്പോ. അതറിയാം സാർ, വിൽക്കാണ്ടിരിക്കുക അത് അവരുടെ ഇഷ്ടം. നമ്മൾ നിർബന്ധിക്കൊന്നുമില്ല. അവർ വിറ്റാൽ വില കൂടും. അത് ക്ലിയർ ആയി സാറേ, ക്ലിയർ ആയി. എനിക്കൊരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, ഒരു നമ്മുടെ സെർവർ കപ്പാസിറ്റിനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ സെർവർ ആമസോണിലാണ്, ആമസോൺ AWS-ലാണ്. അത് എക്സ്പാൻഡബിൾ ആയിട്ടുള്ള ഇതിലാണ് നമ്മളുള്ളത്, ബാൻഡ്വിഡ്ത്ത് ആണ് നമുക്കുള്ളത്. ഒരു കൊല്ലമായിട്ട് നമ്മൾ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അത് തന്നെയാണ്. ട്രാഫിക് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിന്റെ ബാൻഡ്വിഡ്ത്ത് കൂടും. പിന്നെ നമുക്ക് എക്സ്ട്രാ ഫയർവാൾ സെക്യൂരിറ്റി ഉണ്ട്. ഒരുപാട് സെക്യൂരിറ്റി നമ്മൾ ഈ സിസ്റ്റത്തിലുണ്ട്. നമ്മുടെ എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് കുറച്ചും കൂടി സേഫ് ആണ്. എൻക്രിപ്റ്റഡ് മാത്രമല്ല, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു VPN വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് അതിനകത്ത് കയറാൻ പറ്റില്ല. നമ്മളത് ബ്ലോക്ക് ചെയ്ത് കളയും. ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സിന് ഞങ്ങൾ കാശ് ചെലവാക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ ഇന്നേ വരെ മാർക്കറ്റിൽ ഇല്ലാത്തൊരു സിസ്റ്റം കൊണ്ടുവരണം. മറ്റേ കമ്പനിയിൽ ഉണ്ടായല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ കാര്യം. ഇല്ല സാറേ, ഒരു ബ്രില്യൻസിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതിന്റെ മാത്തമാറ്റിക്സ് അൽഗോരിതം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതെ, ഈ ആൽഗോരിതം മാത്രമല്ല, അതിന്റെ ബാക്കിൽ ടെക്നിക്കലായിട്ടും കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നോബൽ സമ്മാനം കിട്ടുമോ സാധനം? അതൊന്നും വേണ്ട. ഇത് കാരണം ഞാൻ 25 വർഷമായിട്ട് ഞാൻ ഫിനാൻഷ്യൽ ഫീൽഡിലുള്ള, ഞാൻ ബാങ്കിങ് ഇൻഷുറൻസിലുള്ള. എന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ആളും പുള്ളി എഞ്ചിനീയർ ആണ്.
അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ചിന്തിക്കുന്ന രീതി, ഞങ്ങൾ രണ്ടുപേരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുണ്ട്, ഞങ്ങൾ പലതരത്തിലുള്ള കോയിൻ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിലൊക്കെ വരുന്ന ഫെയിലിയർ കാര്യങ്ങൾ എന്താണോ അതിനൊരു സൊല്യൂഷൻ ആണ് ഞങ്ങൾ ഇവിടെ കൊടുത്തേക്കണം. അൾട്ടിമേറ്റ് നമുക്ക് നമ്മൾ കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ല ഇവിടെ കമ്മ്യൂണിറ്റി. ഞാൻ പറഞ്ഞില്ല, ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ ഈ സിസ്റ്റം അടുത്ത കുറച്ചു കാലം കൂടി പോയി കഴിഞ്ഞാൽ ഒരു 10-20,000 മെമ്പേഴ്സിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളായിട്ട് നിർത്താൻ പറ്റും, ഞങ്ങൾക്ക് നിർത്താൻ പറ്റും. അപ്പോഴും ലിക്വിഡിറ്റി ഉണ്ടാവുമല്ലോ, നമ്മുടെ റേഷ്യോ പ്രകാരം ലിക്വിഡിറ്റി അവിടെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഈ സിസ്റ്റം നമ്മളെല്ലാവരും പറയുന്നത് ജോയിനിങ് വന്നാ ഓക്കെ സിസ്റ്റം മുന്നോട്ട് പോകും, ജോയിനിങ് ഇല്ലെങ്കിലും ഈ സിസ്റ്റത്തിൽ ജോയിനിങ് വേണ്ട. ഇതിലുള്ള മെമ്പേഴ്സ് മാത്രം ട്രേഡ് ചെയ്താൽ സിസ്റ്റം മുന്നോട്ട് പോകും. മാർക്കറ്റ് പ്ലേസിൽ വർക്ക്ഔട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ പുതിയൊരു ജോയിനിങ് ഇല്ലാതെ തന്നെ മറ്റുള്ള MLM-ലും അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പറയുന്നത് പുതിയ ജോയിനിങ് വന്നാൽ കമ്പനി ഇങ്ങനെ നിലനിന്ന് പോകും, ഇല്ലെങ്കിലോ പോയി. ഇവിടെ അതില്ല. പിന്നെ സാർ എനിക്ക് തോന്നി എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ്. കാരണം വെച്ചാൽ നമ്മള് സാധാരണ പല കമ്പനികളിലേക്ക് പൈസ കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ നമ്മളുടെ ഫണ്ട് ശരിക്കും കമ്മ്യൂണിറ്റിയുടെ കയ്യിലല്ലേ ഫണ്ട് കിടക്കുന്നത്. അതെ, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ബൈ ആൻഡ് സെല്ല് നടക്കുമ്പോ നിങ്ങൾ വിൽക്കാനിട്ട മുതലിന് പണം തരുന്നത് വേറൊരു മെമ്പറാണ്. ചിലപ്പോ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് പൈസ തരുന്നത്, അല്ലാണ്ട് കമ്പനി അല്ല. സാർ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഷെയർ വാങ്ങിച്ചിട്ട് നിങ്ങൾ വിൽക്കാനിട്ട് ആരാ വാങ്ങിക്കണേ പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ആ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിയല്ലേ. അതെ തീർച്ചയായിട്ടും ആ കമ്മ്യൂണിറ്റി, ഷെയർ മാർക്കറ്റിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വ്യക്തിയാണല്ലോ ഈ ഒരു ഷെയറിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചേക്കാം. നമസ്കാരം, ഞാൻ ഷമീർ. ഹലോ, അതാണ് ഈ സിസ്റ്റം. പറഞ്ഞോളൂ സാറേ. ഞാൻ ഇതിപ്പോ കേട്ടപ്പോ ഒരു ഡൗട്ട് തോന്നുന്നു. അതായത് ഇപ്പൊ നമ്മളെ ഇത് കുറച്ചുകൂടെ ഡെവലപ്പായ ഈ ട്രേഡ് ചെയ്യുമ്പോൾ 7 ദിവസം കൊണ്ട് 30% എന്നുള്ളത് വീണ്ടും സ്പീഡ് കൂടിയാൽ ചിലപ്പോൾ 2-5 ദിവസം 3 ദിവസമൊക്കെ ആയി വീണ്ടും ഈ വാലിഡിറ്റി കുറയാൻ ചാൻസ് ഇല്ലേ? അപ്പൊ നമ്മൾ കാലത്തിട്ട വൈകുന്നേരം 30% എടുക്കാം. ഈ കണക്കിനാണ് പോണെങ്കിൽ, കാര്യം അങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത് അല്ലേ? ഞങ്ങൾ ടെതറോഷൻ തുടങ്ങിയപ്പോൾ ടെതറോഷനിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സിസ്റ്റത്തിന്റെ സ്പീഡ് നിങ്ങൾക്ക് കാണണമെങ്കിൽ കുറച്ച് കഴിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെതറോഷൻ ഒരു കൊല്ലം പോയപ്പോൾ അതിനുശേഷം ടോ വന്നപ്പോൾ ഇത് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400% ആണ് 60 ദിവസം കൊണ്ട് വന്നത്. 400%. ഇപ്പോഴും ടെതറോഷനുള്ള ആൾക്കാരാണ് കേട്ടോ അതിന്റെ മെയിൻ ബെനിഫിറ്റ് ഏൺ ചെയ്യുന്നത്, നിങ്ങളാരും ഉറപ്പായിട്ടും. ഇത് അത്രയ്ക്കും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അല്ലാണ്ട് സാധാരണ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുന്ന ഏതെങ്കിലും ഒരു ഉഡായിപ്പ് കോൺസെപ്റ്റിന്റെ സിസ്റ്റം അല്ല. ഇതിൽ നിങ്ങൾ ഏത് ആംഗിളിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ, ഇത് പെർഫെക്റ്റ് ആയിട്ട് റൺ ചെയ്യും, എത്ര കാലം വേണമെങ്കിലും ഓടാം. കാരണം ഒരു ലയബിലിറ്റി ഇല്ല, ഞങ്ങൾ ആർക്കും ഒരു പ്രോമിസും ഞങ്ങൾ തന്നിട്ടില്ല. നിങ്ങൾക്ക് ഇത്ര വെച്ചിട്ട് ഞങ്ങൾ ഡെയിലി തരാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഗ്രോത്ത് അലൗഡ് ആണ്, ബട്ട് ROI അലൗഡ് അല്ല. ഞാൻ നാട്ടിലെ കുറച്ച് നിയമങ്ങളും കൂടിയാണ് പറയുന്നത്. നമ്മുടെ നാട്ടില് നിലവിലുള്ള കുറെ നിയമങ്ങളുണ്ട്. ഇത്ര ആ വാക്കുണ്ടല്ലോ, ROI അല്ല എന്നുള്ള വാക്ക്, അതാണ് ഇതിന്റെ അട്രാക്ഷൻ. ROI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബഡ്സ് ആക്ടിൽ വരും, ബാനിങ് ഓഫ് അൺലിസ്റ്റഡ് ഇതിൽ വരും, സ്കീമിൽ വരും. ബാനിങ് ഓഫ് അൺലിസ്റ്റഡ് ഡെപ്പോസിറ്റ് സ്കീമാണ് ബഡ്സ് എന്ന് പറയും. 2019 തുടങ്ങിയിട്ടുള്ള ഒരു റൂളാണത്, അല്ലെങ്കിൽ ഒരു നിയമമാണ്. ആ നിയമത്തിൽ നിങ്ങൾ പ്രോമിസ് ചെയ്താൽ, ഈ കമ്പനി പ്രോമിസ് ചെയ്യാണ്, ഇവിടെ കമ്പനി ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോമിസ് വാഗ്ദാനം കൊടുക്കുകയാണ് കസ്റ്റമർക്ക്, ഇത്ര ഇട്ടാൽ ഇത്ര കിട്ടുമെന്ന് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അതും റെഗുലർ ആയിട്ട് കൊടുത്താൽ അത് ബഡ്സ് ആക്ടിൽ വരും. അപ്പൊ നമുക്ക് ബഡ്സ് ആക്ടിൽ നമ്മൾ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തും 1% തരാമെന്നോ 2% തരാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു മാസം 10% പോവാം, ഒരു ദിവസം 100% പോവാം. അതൊക്കെ സിസ്റ്റത്തിന്റെ അനുസരിച്ചിരിക്കും, കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് അനുസരിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ വേറെ ടെൻഷനൊന്നും ഇല്ല. മനസ്സിലായോ? മീറ്റിംഗ് ക്ലോസ് ചെയ്യട്ടെ.
ഓക്കെ സാറേ, ക്ലോസ് ചെയ്തോ. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ താങ്ക് യു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഉഷാറായിട്ട് എല്ലാവരും വർക്ക് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. മീറ്റിംഗിൽ വന്നിട്ടുള്ള എല്ലാവർക്കും വൺ ആൻഡ് ഓൾ താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ഓൾ. ഓക്കെ